يسير. اللهم اغفر لمن ماتوا منا خاصة. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى سيدنا محمد وعلى آله وصحبه أجمعين. سبحان الله. سلام على المرسلين والحمد لله. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه بإذن الله. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أتم الحج والعمرة لله. وقال نبينا وحبيبنا محمد صلى الله عليه وسلم: الحجاج والعمار وفد الله إن دعوه فأجابهم وإن استغفروه فغفر لهم. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ ഉംറ യാത്രയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കി തയ്യാറാക്കി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടൊക്കെ ആ ഒരു യാത്ര മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളൊക്കെ സമയങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന 21-ാം തീയതി ബുധനാഴ്ച കുറെ കാലമായി നമ്മുടെ മനസ്സിലുള്ള ആ ഒരു സ്വപ്നം അൽഹംദുലില്ലാഹ് അത് പൂവണിയാൻ പോവുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഉംറ, അതുപോലെ ഹജ്ജ് പോലെയുള്ള കാര്യങ്ങൾ കഴിവുള്ള എല്ലാ ആളുകൾക്കും നിർബന്ധമായ ഒരു കാര്യമാണ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഇബാദത്തല്ല. വിദേശത്ത് പോയി പരിശുദ്ധമായ മക്കയിൽ ചെന്ന് നിർവഹിക്കുന്ന കർമ്മമാണ് ഹജ്ജും ഉംറയും. അപ്പോ ഏതിനാണോ നമുക്ക് ആദ്യം സാധ്യമാകുന്നത് ആ നിലയാണ് നമ്മളൊക്കെ സ്വീകരിക്കാറുള്ളത്. നമുക്ക് ഉംറക്ക് പോകാനുള്ള ഒരു സാമ്പത്തിക ശേഷി, അതുപോലെ ആരോഗ്യം, മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഉംറക്ക് പോവാണ്. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടിയുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടാകുമ്പോൾ, കഴിവും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അതിനും നമുക്ക് പോവാൻ സാധ്യമാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉംറ നിർവഹിച്ചു എന്നതുകൊണ്ട് ഒരിക്കലും ഹജ്ജ് നിർബന്ധമാവുകയില്ല. ഹജ്ജിനുള്ള സാഹചര്യങ്ങളും സാമ്പത്തിക ശേഷികളൊക്കെ നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ഹജ്ജ് നിർബന്ധമാവുക. ഉംറക്കുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ നമുക്ക് ഉംറയും നിർബന്ധമാവുക. അതാണ് അതിന്റെ കാര്യങ്ങൾ. അപ്പോ നമ്മളിവിടെ ഈ യാത്രാ സംഘത്തിന്റെ ആദ്യത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും യാത്രയിലും മറ്റു എല്ലാ സ്ഥലങ്ങളിലേക്ക് ഉണ്ടാവുക. ഓരോ സ്ഥലങ്ങളിലും ഉണർത്തേണ്ട കാര്യങ്ങൾ, അവിടുത്തെ ചരിത്ര സംഭവങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ അതിനു മുമ്പായിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിച്ചു തരും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിപ്പോ ഇവിടെ ഒരുമിച്ച് കൂടിയ സംഘത്തിലുള്ള ആളുകൾ പല നാടുകളിൽ നിന്നുള്ള ആളുകളാണ്. മുളയങ്കാവിലുള്ളവരുണ്ട്, എറവത്രയുള്ളവരുണ്ട്, കാരക്കാരുള്ളവരുണ്ട്, അതുപോലെ കുറുവട്ടൂരുള്ളവരുണ്ട്. പല ദേശങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂടിയ ആളുകളാണ് അല്ലെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ മഹത്വം ആദ്യമായി മനസ്സിലാക്കണം. അല്ലാഹു നമ്മെ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എല്ലാവർക്കും ഈ സൗഭാഗ്യം ഉണ്ടാവില്ല. ഹജ്ജിനും ഉംറയ്ക്ക് പോവാന്ന് പറഞ്ഞാല് സാമ്പത്തികം മാത്രം ഉണ്ടായാലും കഴിയില്ല. എത്രയോ ധനാഢ്യന്മാരായ ആളുകൾ ഉണ്ടാവും, അവർക്കൊന്നും ഇതുവരെ ഹജ്ജിന് പോവാനോ ഉംറയ്ക്ക് പോവാനോ സാധിച്ചിട്ടുണ്ടാവില്ല. അത് അള്ളാഹുവിന്റെ ഒരു തൗഫീഖാണ്. അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയാണ് അവന്റെ അടിമകളിൽ നിന്ന് ചില ആളുകളാണ്. ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച പ്രത്യേകമായി തിരഞ്ഞെടുത്ത ആളുകളാണ് നമ്മൾ. ഹദീസിൽ കാണാം, അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്. ഹജ്ജിന് വേണ്ടി പോകുന്ന ആളുകൾ, ഉംറയ്ക്ക് വേണ്ടി പോകുന്ന ആളുകൾ, വഫ്ദുല്ലാഹി, അവർ അള്ളാഹുവിന്റെ വിരുന്നുകാരാണ്, അള്ളാഹുവിന്റെ സംഘമാണ്. പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടിയൊക്കെ പോകുന്ന ആളുകൾ അള്ളാഹുവിന്റെ വിരുന്നുകാരായിട്ടാണ് അവിടുത്തെ ആളുകളൊക്കെ നമ്മെ കാണുന്നത്. നമ്മൾ ജിദ്ദ എയർപോർട്ടിൽ എത്തിയാൽ അവിടെ ധാരാളം സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, മർഹബൻ ബി ളുയൂഫിർ റഹ്മാൻ, വെൽക്കം ദ ഗോഡ് ഓഫ് ദ ഗസ്റ്റ് ഓഫ് ഗോഡ്. അള്ളാഹുവിന്റെ അതിഥികൾക്ക് സ്വാഗതം. പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടിയും ഉംറയ്ക്ക് വേണ്ടി പോകുന്ന ആളുകൾ അധികവും ഇറങ്ങുന്ന എയർപോർട്ടാണ് ജിദ്ദയിലെ എയർപോർട്ട്. നമ്മളും അവിടെ തന്നെയാണ് ഇറങ്ങുക. അപ്പോ അവിടെ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ അതിഥികളെ നിങ്ങൾക്ക് സ്വാഗതം എന്ന് പല ഭാഷകളിലും എഴുതി വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അള്ളാഹുവിന്റെ അതിഥികളായിട്ടാണ് പരിശുദ്ധമായ പുണ്യഭൂമിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മഹത്വം, ആ സ്ഥലത്തേക്ക് പോകുന്നതിന്റെ മഹത്വം, അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോ കൂടുതൽ വഴന്ന് പറഞ്ഞിട്ട് സമയം കളയാൻ ഞാൻ തയ്യാറാവുന്നില്ല. നമ്മള് പരിശുദ്ധമായ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായ ആളുകളാണ് നമ്മളൊക്കെ. യാത്രയുടെ മുമ്പ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അങ്ങനെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി എയർപോർട്ടിലെത്തി, ജിദ്ദയിലെത്തി, നമ്മുടെ റൂമിലെത്തി, നമ്മൾ ഉംറ നിർവഹിക്കുന്ന ആ ഒരു സംഗതി അങ്ങനെ തുടർന്ന് ഇങ്ങനെ പറഞ്ഞു പോകാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ പെട്ടെന്ന് ഇരിക്കും. ഞാൻ കുറെ ഹദീസും ആയത്തും പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഇങ്ങനെ കേട്ടു പോവാന്നുള്ള ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങള് മൊബൈൽ ഫോണൊക്കെ ഉണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കാം. ഒരു പ്രാവശ്യം കൂടി നമ്മുടെ കാര്യങ്ങളൊക്കെ കേൾക്കണമെങ്കിൽ അതപ്പോ കേൾക്കും ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുത്തു കഴിഞ്ഞാൽ ആദ്യമായി നമ്മൾ നിർവഹിക്കേണ്ടത് ഇസ്തിഖാറത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കലാണ്. ഇസ്തിഖാറത്തിന്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിൽ നമുക്ക് ഖൈറ് ലഭിക്കാൻ വേണ്ടി, അത് നല്ല രൂപത്തിലാവാൻ വേണ്ടി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. അത് ഹജ്ജ് ഉംറ എന്ന് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ആ കാര്യങ്ങളുടെ അവസാനം കാര്യങ്ങളൊക്കെ ഖൈറിലാവാൻ വേണ്ടി നമ്മൾ നിർവഹിക്കുന്ന നിസ്കാരമാണ് ഇസ്തിഖാറത്തിന്റെ നിസ്കാരം. അപ്പോ ഇസ്തിഖാറത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നെയ്യത്തോടു കൂടെയാണ് നിസ്കരിക്കേണ്ടത്. നിങ്ങൾ നിസ്കരിച്ചവരുണ്ടാവും ചിലപ്പോ അല്ലെ? നിസ്കരിച്ചവരാരെങ്കിലും നിസ്കരിച്ചവരുണ്ടാവും ഇല്ലല്ലോ അല്ലെ? ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ മഗ്‌രിബിക്ക് ശേഷം അല്ലെ ഇശാഇന് ശേഷമായിട്ട് ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാം. ഇത് പ്രത്യേകമായി അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക എന്ന് പറഞ്ഞൊരു ദുആ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ബുക്ക് നിങ്ങൾക്ക് തരും. ഇതിലെ ഫസ്റ്റിലെ 2 പേജിൽ തന്നെ ഉണ്ടാവും ആ നിസ്കാരത്തെ കുറിച്ചും അതിന്റെ ശേഷമുള്ള ദുആനെ കുറിച്ചൊക്കെ ഉണ്ടാവും. പിന്നെ അതിന്റെ 12ാമത്തെ പേജിലുണ്ട് ആ ഒരു വിഷയം കേട്ടോ. അപ്പൊ ഒന്നല്ലെങ്കിൽ അത് വായിക്കാൻ കഴിയുന്നവർ അത് വായിച്ച് ദുആ ചെയ്യാം. അല്ലെങ്കിലും എന്തായാലും നമ്മൾ എന്ത് ചെയ്യാം, പച്ച മലയാളത്തിൽ തന്നെ അള്ളാഹുനോട് ദുആ ചെയ്യാം. അള്ളാഹുവേ, പരിശുദ്ധമായ നിന്റെ കഅബ ശരീഫ് ഉദ്ദേശിച്ച് പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി ഞാൻ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ യാത്രയ്ക്ക് എനിക്ക് ഖൈറാക്കി തരണേ, പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കരുത്, എല്ലാ കാര്യങ്ങളും ആരോഗ്യത്തോടെ ചെയ്യാൻ എനിക്ക് തൗഫീക്ക് തരണേ. നമുക്ക് അറിയുന്ന രൂപത്തിൽ, ഏത് ഭാഷയിലാലും ദുആന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് മലയാളം അറിയാലോ, നമുക്ക് അറിയുന്ന രൂപത്തിൽ മനസ്സുകൊണ്ട് അള്ളാഹുവിനോട് മനമുരുകിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്യാം. മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ എല്ലാവരും ആ ഇസ്തിഖാറത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബുക്കിൽ ഈ കാര്യം ഉണ്ടാവും, നിങ്ങൾ ബുക്ക് നോക്കി വായിച്ചാൽ മതി. വായിക്കാൻ അല്ലെങ്കിൽ വായിക്കാൻ അറിയുന്നവരോട്
വായിപ്പിച്ചിട്ട് അത് കേട്ട് മനസ്സിലാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് അത് എല്ലാവരും നിർവഹിക്കാം. അങ്ങനെ നിർവഹിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ അള്ളാഹു നമുക്ക് ഖൈർ നൽകുമെന്നാണ്. അള്ളാഹു നമുക്ക് ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. പിന്നെ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൗബയുടെ മനസ്സോടെയായിരിക്കും നമ്മുടെ ഈ യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുന്നത്. പരിശുദ്ധമായ ഉംറ എന്ന് പറഞ്ഞാൽ ഒരു ഉംറ ചെയ്ത് രണ്ടാമത്തെ ഉംറയുടെ ഇടയിൽ എന്തെല്ലാം തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ ആ തെറ്റുകൾക്കൊക്കെ കഫാറത്താണ് നമ്മുടെ ഉംറ. അഥവാ നമ്മൾ ഉംറ കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലേക്ക് വന്നാല് പിന്നെ അടുത്ത ഉംറക്ക് നമ്മൾ പോകുന്നത് വരെയുള്ള എല്ലാ തെറ്റുകൾക്കും പ്രാശ്ചിത്യമാണ് നമ്മുടെ ഉംറ. അത്രയും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് പരിശുദ്ധമായ ഹജ്ജ് ഉംറയ്ക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് പോകുന്നതിന് മുമ്പ് നമ്മൾ തൗബ ചെയ്തുകൊണ്ടായിരിക്കണം പോകേണ്ടത്. ധാരാളം തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ആ തെറ്റുകളിൽ അല്ലാഹുവോട് നമ്മൾ തൗബ ചെയ്യണം. തൗബ എന്ന് പറഞ്ഞാല് മനസ്സിൽ ഖേദമുണ്ടാകുക, അല്ല കുറെ കാര്യങ്ങൾ വിളിച്ചു പറയാനല്ല. നമ്മൾ ചെയ്ത തെറ്റിൽ നമ്മുടെ മനസ്സിൽ ഒരു ഖേദം ഉണ്ടാവണം. അല്ലാഹുവേ, ഞാൻ കുറെ തെറ്റ് അറിഞ്ഞും അറിയാതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അള്ളാഹ് എനിക്ക് പുറത്തു തരണേ എന്നുള്ള ആ ഖേദമാണ് തൗബയുടെ ഒന്നാമത്തെ പോയിന്റ്. അതുപോലെ അതിൽ ശ്രദ്ധിക്കാനുള്ള മറ്റു കാര്യങ്ങള്, നമ്മള് മനുഷ്യരുമായി ബന്ധപ്പെട്ട ചില ഹക്കിടപാടുകൾ, സാമ്പത്തികമായ കാര്യങ്ങള്, അതുപോലെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടൊക്കെ മറ്റുള്ളവരെ നമ്മൾ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പൊരുത്തപ്പെടിക്കുക. നമ്മൾ ഫോൺ വിളിച്ച് പറയാ, അല്ലെങ്കിൽ അവരെ നേരിട്ട് കണ്ടിട്ട് എന്നെ ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും മക്കളും മരുമക്കളും അതുപോലെ പലരും ഉണ്ടാവുമല്ലോ, അവരോടൊക്കെ നമ്മൾ ഒരു മടി വിചാരിക്കരുത്. നമ്മുടെ കാര്യം രക്ഷപ്പെടാൻ വേണ്ടി ഒരു മടി വിചാരിക്കേണ്ട, ഒരു കുറവ് നമുക്ക് ഉണ്ടാവില്ല. നമ്മള് പിന്നെ ഒരാളുടെ മുമ്പിൽ ഒരാൾക്ക് നമ്മളൊരു കാര്യം മാപ്പ് ചെയ്ത് കൊടുത്താൽ അള്ളാഹിന്റെ അടുക്കൽ നമുക്ക് വലിയ സ്ഥാനം ഉണ്ടാവുകയില്ല, നമ്മളെ സ്ഥാനം കുറയില്ല. നമ്മള് ചെയ്ത തെറ്റ് ഒരാൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്ഥാനം ഒരിക്കലും കുറയില്ല, അത് കൂടുകയുള്ളൂ. അതാണ് ഹദീസിൽ ഹബീബായ മുത്തനബി പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് നല്ല രൂപത്തിൽ പറഞ്ഞ് എന്നൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണട്ടോ എന്ന് പറഞ്ഞാൽ മതി. അവര് പൊരുത്തപ്പെട്ട് തന്നില്ലെങ്കിൽ നമ്മളെ ബാധ്യത നമ്മൾ തീർത്തു, അവരെ ബാധ്യത അവര് തീർക്കാതിരിക്കുക എന്തോ ചെയ്തോട്ടെ, നമ്മുടെ ബാധ്യത നമ്മൾ തീർക്കണം. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പിന്നെ സാമ്പത്തികമായ ഇടപാടുകൾ മറ്റു കാര്യങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. ഈ പിന്നെ പറയപ്പെട്ട രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് നിർവഹിക്കുകയും ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അത് നമ്മുടെ യാത്രയ്ക്ക് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം. അതുപോലെ നമ്മൾ തെറ്റി നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ, കുടുംബക്കാരോട് ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാവും. അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ അവരോട് ചെന്ന് മുണ്ടണം. കാരണം ഒരു മുഅ്മിനായ ആള് മറ്റൊരാളോട് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഇബാദത്തുകളൊന്നും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയില്ല. നാം ചെയ്യുന്ന നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, മറ്റുള്ള ഏത് കർമ്മങ്ങളാവട്ടെ, നമ്മൾ പരസ്പരം രണ്ട് മുഅ്മിനീങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇബാദത്തുകളൊക്കെ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ കെട്ടിക്കിടക്കും. പിന്നെ എപ്പോഴാണ് അള്ളാഹുലേക്ക് ഉയർത്തുക? നമ്മൾ എപ്പോഴാണോ തെറ്റിയ ആളോട് മിണ്ടുന്നത് ആ സമയം വരെ അള്ളാഹു അത് സ്വീകരിക്കാതെ ആകാശ ഭൂമികൾക്കിടയിൽ കെട്ടിക്കിടക്കുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാം. അപ്പൊ അത്തരം സന്ദർഭങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ അവിടെ ചെന്ന് പറയാം, എന്റെ ഇങ്ങനെ സാഹചര്യം കൊണ്ട് എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ മനസ്സിൽ ഇപ്പൊ ഒന്നുമില്ല, നമ്മൾ പരസ്പരം പിന്നെ ഐക്യത്തിലാവണം, മിണ്ടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാം. അത് നമ്മുടെ ബാധ്യത നമ്മൾ തീർക്കണം. അത്തരം കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ യാത്രക്ക് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായ കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന സമ്പത്ത് അത് ഹലാലായ സമ്പത്തായിരിക്കണം. ഹറാമിലൂടെ സമ്പാദിച്ചതാവാൻ പാടില്ല. ഹലാലായ സമ്പത്ത് കൊണ്ടായിരിക്കണം നമ്മുടെ യാത്ര നമ്മൾ പുറപ്പെടേണ്ടത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഒപ്പമുള്ള ആളുകൾ, അവരൊക്കെ പരസ്പരം നന്മയുള്ളവരും സഹകരണമുള്ളവരാണ് ആളുകളും ആവണം. നമ്മളെ കൂട്ടത്തിൽ തന്നെ കുറെ വയസ്സായ ആളുകളുണ്ട്, ചെറുപ്പക്കാരികളുണ്ട് അല്ലെ. അപ്പൊ പരസ്പരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കുന്ന ഒരു മനസ്ഥിതി നമുക്ക് ഉണ്ടാവണം. ചിലപ്പോ ഒന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോ കയറ്റം കയറാനോ അല്ലെങ്കിൽ ഇറങ്ങാനോ അതുപോലെ സാധനങ്ങൾ എടുത്തു വെക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പരസ്പരം കണ്ടറിഞ്ഞുകൊണ്ട് നമ്മൾ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യാം. ചിലപ്പോൾ ആ ഒരു പ്രവർത്തനത്തിനായിരിക്കും നമുക്ക് നമ്മുടെ യാത്രയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം അല്ലാഹു നൽകുക. ഒരു നല്ല കാര്യത്തെ നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല എന്നാണ്. അത് നമ്മുടെ ഒരു സഹോദരനെ, ഒരു മുസ്ലിമിനെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലും നിസ്സാരമായി കാണാൻ പാടില്ല. അതൊക്കെ വലിയ സ്വതക്കുകളുടെ കൂട്ടത്തിൽ ഹബീബായ മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയ കാര്യമാണ്. അപ്പൊ ഈ ഒരു കാര്യവും
നമ്മൾ യാത്രയ്ക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളോടൊക്കെ സമ്മതം നമ്മളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനെ സമ്മതം ചോദിക്കുക എന്നുള്ളത് യാത്രയുടെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ആണുങ്ങളൊക്കെ അവിടെ ഖബർസ്ഥാനിലേക്ക്, അവിടെ മറവിട്ട് കിടക്കുന്ന ഖബർസ്ഥാനിലൊക്കെ പോയി പിന്നെ അവിടെ അവർക്ക് വേണ്ടി ഒരു യാസീനോ ഒക്കെ ഓതി ദുആ ചെയ്യുക. സ്ത്രീകളൊക്കെ മരണപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കൊക്കെ വേണ്ടി, അവർ മരണപ്പെട്ടവരാണെങ്കിൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുക, വീട്ടിലിരുന്ന ഒരു യാസീനൊക്കെ ഓതി പോകുന്നതിന് മുമ്പ് ദുആ ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ യാത്രക്ക് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മള് നമ്മുടെ ഉംറയുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഉംറയ്ക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ ഉംറയെ കുറിച്ചുള്ള ഒരു സാമാന്യമായ ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ മുമ്പൊരു ക്ലാസ് വെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പിന്നെ റൂമിൽ വെച്ചിട്ടും അതുപോലെ നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അതിനൊന്നും ആരും വിഷമിക്കുക, പ്രയാസപ്പെടെ, പേടിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഉംറ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാണല്ലോ. അതിനു വേണ്ടി മാത്രമാണ് നമ്മളിവിടെ ക്ലാസ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റൊക്കെ നമ്മൾ ഒരുമിച്ചായിരിക്കും. അള്ളാഹു എല്ലാ കാര്യങ്ങളും റാഹത്തോടെ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇവിടെ നിന്നിട്ടുള്ള ഓരോ നിസ്കാരങ്ങളുടെ ദുആകളിലും നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം, പ്രത്യേകമായ കാര്യങ്ങളൊക്കെ റാഹത്താൻ വേണ്ടി ദുആ ചെയ്യണം. പ്രത്യേകം ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യണം. നമുക്ക് അതാണല്ലോ പ്രധാനം. നമുക്ക് കുറെ സമ്പത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോ ആഫിയത്തിന് വേണ്ടി പ്രത്യേകം നമ്മുടെ എല്ലാ സമയത്തുള്ള ദുആകളിലും, പ്രത്യേകിച്ച് നിസ്കാരത്തിന് ശേഷമുള്ള ദുആകളിലൊക്കെ മലയാളത്തിൽ തന്നെ നമ്മൾ ദുആ ചെയ്യണം. ഈ ഒരു കാര്യം ആരോഗ്യത്തോടെ അവിടെ ചെല്ലാനും ആരോഗ്യത്തോടുകൂടെ സ്വീകാര്യതയോടുകൂടെ എല്ലാ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ ദുആയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പൊ ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ഉംറ, ആ ഉംറ എന്താണ് എന്ന് ഒരു ചെറിയ ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഉംറ എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട 5 റുക്കനുകളാണുള്ളത് ഉംറക്ക്. ഒന്നാമത്തത് ഇഹ്റാം ചെയ്യുക, നിയ്യത്ത് ചെയ്യുക. രണ്ടാമത്തത് തവാഫ് ചെയ്യുക. മൂന്നാമത്തത് സഫാ മർവകൾക്കിടയിൽ സഈ ചെയ്യുക. നാലാമത്തത് മുടി നീക്കുക. അഞ്ചാമത്തത് ഈ പറഞ്ഞ കാര്യങ്ങൾ ക്രമപ്രകാരം ചെയ്യുക. ആദ്യം നിയ്യത്ത്, പിന്നെ തവാഫ്, പിന്നെ സഈ, പിന്നെ മുടി മുടിക്കുക. ഈ 4 കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ ക്രമപ്രകാരം ചെയ്യുക. ഈ 5 കാര്യങ്ങൾ ചെയ്താൽ ഉംറയായി. ഈ 5 കാര്യങ്ങളാണ് ഉംറയുടെ റുക്നുകൾ. അപ്പോ കൂടുതൽ പ്രയാസങ്ങളുള്ള ഹജ്ജാകുമ്പോ ഇനി അറഫയിൽ നിൽക്കുക എന്നൊരു കർമ്മം കൂടി ഇതിനധികം വരും. പിന്നെ മറ്റു വാജിബാത്തുകൾ, ജംറയിലേറുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ട്. ഉംറക്ക് അതൊന്നുമില്ല. ഉംറക്ക് ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, നിർവഹിച്ചാൽ പരിശുദ്ധമായ ഉംറയായി. അപ്പൊ ഇനി 5 കാര്യങ്ങളെ കുറിച്ച് നമ്മളിന്ന് വിശദമായി പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്നാമതായി പരിശുദ്ധമായ ഉംറയുടെ നിയ്യത്ത്. അല്ലേ? ആ നിയ്യത്ത് നബൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല. പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി ഞാൻ നിയ്യത്ത് ചെയ്തു, അതിനു വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുകയും ചെയ്തു എന്നാണ് അതിന്റെ നിയ്യത്ത്. അതിന്റെ സമയം ആകുന്ന സമയത്ത് നമ്മളൊക്കെ ഒരുമിച്ച് അല്ല പോവാ, എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ നിയ്യത്ത് ഞാൻ വെച്ചു തരും. ആ സമയത്ത് നിങ്ങൾ വെച്ചാൽ മതി. അപ്പൊ അത് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ നമ്മള് പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് ആ ഒരു കാര്യം അവിടെ നിർത്താൻ കേട്ടോ. നമ്മള് തിരിച്ചു വരിക, നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഉംറയ്ക്ക് വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് 21-ാം തീയതി ബുധനാഴ്ചയാണ് നമ്മുടെ യാത്ര. അല്ലെ? ബുധനാഴ്ച 2 മണിക്ക് നിങ്ങൾ എല്ലാവരും ഇവിടെ മുളയങ്കാവിലേക്ക് എത്തിച്ചേരണം. ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ബസ് ഉണ്ടാവും. ബസ്സിൽ ഒരുമിച്ചാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോവുക. അപ്പോ ആ യാത്രയുടെ മുമ്പ് നമ്മൾ നിർവഹിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടെ വെച്ച് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് 2 ബാഗുകൾ തരും. ഒരു ലഗേജിന്റെ ബാഗ് ഉണ്ടാകും, ഒരു ഹാൻഡ് ബാഗ് ഉണ്ടാകും. അപ്പോ ബുധനാഴ്ച നമ്മൾ പോവുകയാണെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമ്മൾ ഇവിടെ എത്തേണ്ടത്. അപ്പൊ നമ്മള് നമ്മുടെ ലഗേജ് ബാഗ്
തലേ ദിവസം തന്നെ തയ്യാറാക്കി വെക്കണം. ചൊവ്വാഴ്ച തന്നെ നമ്മുടെ ലഗേജിൽ നമുക്ക് കൊണ്ടുപോകാനുള്ള മുഴുവൻ കാര്യങ്ങളും തയ്യാറാക്കി വെക്കണം. എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്? ആണുങ്ങള് ഒരു 2 കൂട്ട് ഇഹ്റാമിന്റെ വസ്ത്രം ചുരുങ്ങിയത് ആണുങ്ങളുടെ അടുത്ത് ഉണ്ടാവണം. ഒന്ന് എടുക്കാനുള്ളതും ഒന്ന് ശരീരത്തിൽ പുതക്കാനുള്ളതും. ഈ 2 കൂട്ടം വെള്ള ഇഹ്റാമിന്റെ വസ്ത്രം ചുരുങ്ങിയത് ആണുങ്ങളുടെ അടുക്കൽ ഉണ്ടായിരിക്കണം. അതിലെ 1 കൂട്ട് വസ്ത്രം ഹാൻഡ് ബാഗിലും 1 കൂട്ട് വസ്ത്രം ലഗേജ് ബാഗിലുമാണ് വെക്കേണ്ടത് കേട്ടോ. സഹോദരിമാര് പിന്നെ അവർ സാധാരണ ഇടുന്ന പർദ്ദ, അത് പിന്നെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അവര് പിന്നെ ആവശ്യത്തിനനുസരിച്ച് പർദ്ദ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു ഷോക്സ്, കാലിൽ ധരിക്കാനുള്ള ഷോക്സ് അത് നിർബന്ധമാണ്, അത് അവരടുത്ത് ഉണ്ടാവണം. അതുപോലെ തന്നെ മുഖം മൂടിയും അതുപോലെ കയ്യിൽ ധരിക്കാനുള്ള ഉറയൊക്കെ എടുക്കണം. കാരണം നമ്മള് പുണ്യഭൂമിയിലേക്കാണ് പോകുന്നത്. ഇഹ്റാം അല്ലാത്ത അവസരത്തിലേക്ക് നമ്മൾ അത് ധരിച്ചുകൊണ്ടായിരിക്കണം തവാഫിലും മറ്റൊക്കെ പോകേണ്ടത്. അവിടെ വെച്ച് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കും വലിയ കുറ്റമുണ്ട് എന്നാണ്. അത് വെച്ച് ചെയ്യുന്ന നന്മകൾക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രതിഫലം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ചെയ്യുന്ന തെറ്റുകൾക്കും വലിയ ശിക്ഷ ഉണ്ട്. അതുകൊണ്ട് ഔറത്തൊക്കെ മറച്ച രൂപത്തിലായിരിക്കണം ഇഹ്റാം അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഉണ്ടാവണമെങ്കിൽ മുഴുവൻ മറച്ച രൂപത്തിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇഹ്റാമില് മുഖം മറക്കാൻ പാടില്ല, അതുപോലെ കയ്യും മറക്കാൻ പാടില്ല. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇഹ്റാമിൽ മറക്കണം. അപ്പോ അല്ലാത്ത അവസരത്തിൽ ധരിക്കാൻ വേണ്ടി ഉണ്ടാവണം. അതുപോലെ സാധാരണ നമ്മള് വീട്ടിലൊക്കെ ധരിക്കുന്ന പോലെ പിന്നെ ധരിക്കാൻ വേണ്ടി റൂമിലൊക്കെ വെച്ച് ധരിക്കാനുള്ള മാക്സിയോ അതുപോലുള്ള പിന്നെ സൗകര്യങ്ങൾ അതും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. എത്ര നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത്ര എടുക്കാം. കൂടുതലൊക്കെ എടുത്തിട്ടൊക്കെ എത്തിക്കൊണ്ടാ നിൽക്കണ്ട. ഒരു 3-4 പിന്നെ എന്നൊക്കെ എടുത്താൽ മതി എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആവശ്യപ്രകാരം നിങ്ങൾ എടുക്കുക. അത് ഫുൾ കൈ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക മാക്സികളൊക്കെ. അപ്പോ അല്ലെങ്കിൽ അവരത്തൊക്കെ പലപ്പോഴും പല ആളുകളൊക്കെ കാണാനുള്ള ഇടണ്ടല്ലോ റൂമിലും മറ്റൊക്കെ ആവുമ്പോൾ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ കൈയിന്റെ ഈ ഭാഗത്തുള്ള ഒരു ഷോക്സ് ഉണ്ട് അല്ലെ, അറിയാം. അത് പിന്നെ പർദ്ദയുടെ കടയിലൊക്കെ പോയാൽ കിട്ടും. കയ്യോറല്ല, കൈയിന്റെ ഈ തണ്ടം കൈയും പെടുന്ന ഷോക്സ് അത് എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണം. കാരണം നമ്മൾ തവാഫിന്റെ സമയത്തൊക്കെ നമ്മുടെ ഔറത്ത് വെളിവായി കഴിഞ്ഞാൽ തവാഫ് ശരിയാവില്ല. പക്ഷെ അവർക്ക് എത്തുമ്പോൾ ആ വിഷയം പറയും. അപ്പൊ ആ ഒരു കാര്യം പിന്നെ നിങ്ങൾ വാങ്ങേണ്ടതാണ്. പിന്നെ എല്ലാവരും ധരിക്കാനുള്ള ഹവായി ചെരുപ്പ്, കനമില്ലാത്ത രൂപത്തിലുള്ള ഹവായി ചെരുപ്പ്, അത് ഒരു 2 കൂട്ട് എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവുന്നത് നല്ലതാണ്. നമ്മളെ നല്ല ചെരുപ്പൊക്കെ ആകുമ്പോൾ പല ഭാഗത്തും വെക്കുമ്പോൾ അങ്ങനെയൊക്കെ പോയാലൊക്കെ പ്രയാസമല്ല. അവിടെ ഇടാനും മറ്റു കാര്യങ്ങൾക്ക് ഊരാനൊക്കെ സൗകര്യം അങ്ങനെയുള്ള ഹവായി ചെരുപ്പുകളാണ്. അതൊരു 2 കൂട്ട് എല്ലാവരും കയ്യിൽ വെക്കുക. അതുപോലെ ബ്രഷ്, സോപ്പ്, തോർത്തുമുണ്ട്, നെയിൽ കട്ടർ, കത്രിക, ഷേവിംഗ് സെറ്റ് പോലെയുള്ള കാര്യങ്ങൾ, മുടി നീക്കാൻ, നഖം മുറിക്കാൻ, അങ്ങനത്തെ ആവശ്യം വന്നാൽ അതിനുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കരുതണം. അതൊക്കെ വാങ്ങണം. അതൊക്കെ ലഗേജ് ബാഗിലാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെക്കേണ്ടത് കേട്ടോ. കത്രിക, കട്ടർ, പിന്നെ മൊബൈലിന്റെ പിന്നെ പവർ ബാങ്ക് പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഹാൻഡ് ബാഗിൽ വെക്കാൻ പാടില്ല. അതൊക്കെ ലഗേജ് ബാഗിലാണ് വെക്കേണ്ടത്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരത്തെ ചായക്ക് കടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചിപ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം. അത് കൊണ്ടുപോയാൽ അധികം ആൾക്കാർ തിരിച്ചു കൊണ്ടുവരല്ല പതിവ്. പിന്നെ അത്ര പിന്നെ ഭക്ഷണത്തിനൊക്കെ ചില ഭക്ഷണം പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പറ്റുന്ന ഭക്ഷണങ്ങൾ അവിയിലോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കയ്യിൽ വെക്കാന്നല്ലാതെ കൂടുതലൊന്നും കൊണ്ടുപോകാതിരിക്കാന്നല്ല. അതിനും ചിലപ്പോ നമുക്ക് സമയം കിട്ടൂല. അതുപോലെ അവിടെ നിന്ന് കഴിക്കാനും ഒരു പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. വൈകുന്നേരം സമയം ചായയൊക്കെ ഉണ്ടാവും, കുടിക്കുന്ന സമയത്ത് അത് മാത്രം കുടിക്കുക എന്നല്ലാതെ കടിയൊന്നും നിന്ന് നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ അവസരം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ ചൊവ്വാഴ്ച തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊക്കെ ലഗേജ് ബാഗിൽ സൂക്ഷിച്ചു വെക്കണം. ആണുങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ ഇഹ്റാമിന്റെ ഒരു കൂട്ടം വസ്ത്രം അത് ഹാൻഡ് ബാഗിൽ ഒരു തുണി, 2 തുണികൾ, ഒന്ന് എടുക്കാനുള്ളതും ഒന്ന് പുതക്കാനുള്ളതും അത് ഹാൻഡ് ബാഗിൽ കരുതുകയും ചെയ്യാം. മറ്റ് സാധനങ്ങളൊക്കെ വേണ്ട സാധനങ്ങൾ, ഈ പറയപ്പെട്ട സാധനങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മുടെ ലഗേജ് ബാഗിൽ നമുക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ കരുതി വെക്കണം. അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകൾ ഉണ്ടാവും അല്ലെ, സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ, പനി, ജലദോഷം, കഫക്കെട്ട് പോലുള്ള സാധനങ്ങൾക്കൊക്കെ കുറച്ച് മരുന്നുകളോ ഗുളികകളൊക്കെ നമ്മൾ കരുതി വെക്കുന്നത് നന്നായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ മരുന്നുകളുടെയൊക്കെ ബില്ല് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. നമ്മള് വിദേശത്ത് കൊണ്ടുപോകുമ്പോ ചിലപ്പോ പല ബാഗൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഗുളികകളും മരുന്നുകളൊക്കെ കണ്ടാല് എന്റെ ബില്ല് ചിലപ്പോ ചോദിക്കും. അങ്ങനെ ചെക്ക് ചെയ്യാറൊന്നുമില്ല. അപ്പൊ അങ്ങനെ സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകളൊക്കെ മുടങ്ങി നമുക്ക് പ്രശ്നമാകുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ
ആ ഒരു മരുന്ന് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ മേടിക്കുന്ന സ്ഥലത്ത് നിന്ന് ചോദിച്ചാൽ അവര് തരും. അതിന്റെ ബില്ലുകളും ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ എഴുതിയ ഒരു ബില്ല് ഉണ്ടാവും. ആ ബില്ല് നമ്മൾ ചോദിച്ചു വാങ്ങി അത് നമ്മുടെ ഹാൻഡ് ബാഗിൽ നമ്മൾ അത് കരുതി വെക്കണം. ആവശ്യമായ മരുന്നുകളൊക്കെ നമ്മൾ എടുക്കുകയും വേണം. നമ്മൾ പോവുകയാണ് വിചാരിച്ചിട്ട് മരുന്ന് എടുക്കാതിരിക്കരുത്. പലപ്പോഴും പല സംഘത്തിലും നമ്മൾക്ക് പോയിട്ട് അനുഭവമുള്ളതുകൊണ്ടാണ് പറയണം. ചില ആളുകൾക്ക് ചില മാനസികമായ പ്രശ്നങ്ങൾ, അതുപോലെ ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് മരുന്ന് കുടിക്കുന്ന ആളുകളുണ്ടാവും. അവര് ചിലപ്പോ അതൊന്നും വേണ്ടാണ്ട് ഈ മരുന്ന് എടുക്കാതെ പോകും. എന്നിട്ട് അവിടെ ചെന്നാൽ പിന്നെ ആകെ ഇടങ്ങറാവും. അവിടുന്ന് നമ്മൾ വിചാരിച്ച പോലെ മരുന്ന് കിട്ടൂല. അഥവാ ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ വലിയ ചെലവ് വരും. ഒരു പനിയുടെ ഗുളിക വാങ്ങാൻ തന്നെ 100 റിയാൽ, നമ്മളിവിടുത്തെ 2000 രൂപ 3000 രൂപ കൊടുക്കണ്ടേ. ആ രൂപത്തിലാണ് അവിടുത്തെ സംഗതികളൊക്കെ ഉള്ളത്. ഒരു ഓയിൻമെന്റ് വാങ്ങാണെങ്കിൽ അതിന് 100 റിയാൽ ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ അത്രയും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ സാഹചര്യം നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട മരുന്നുകളും അതിന്റെ ബില്ലും അടക്കം നമ്മള് നമ്മുടെ ലഗേജിന്റെ ബാഗിൽ കരുതുക. കഴിക്കേണ്ട മരുന്നുകളാണെങ്കിൽ അപ്പൊ കഴിക്കേണ്ട ഗുളിക നമ്മുടെ ഹാൻഡ് ബാഗിൽ കരുതുക. ആ രൂപത്തിൽ എല്ലാവരും അത് തയ്യാറാക്കി വെക്കാം. അപ്പോ ഈ പറഞ്ഞതുപോലെ നമുക്ക് സാധാരണ എടുക്കാനുള്ള ആളുകൾക്ക് എടുക്കാനുള്ള ലുങ്കി, ഷർട്ട് പോലുള്ള കാര്യങ്ങള്, സ്ത്രീകള് മാക്സി, അതുപോലെ മുണ്ട് പോലെയുള്ള കാര്യങ്ങള് അതൊക്കെ എന്ത് ചെയ്യാ തയ്യാറാക്കി ചൊവ്വാഴ്ച തന്നെ നമ്മുടെ ലഗേജ് ബാഗൊക്കെ ഫുള്ളാവണം. തൂർത്തും കൊണ്ടും മറ്റു കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ച് അത് നമ്മൾ എന്ത് ചെയ്യാം റെഡിയാക്കി വെക്കണം. കാരണം എന്താ വെച്ചാൽ പിറ്റേ ദിവസം നമുക്കൊരു തിരക്കിന്റെ ദിവസമാക്കാനും പല കാര്യങ്ങളും ചെയ്യാണ്ടാവും. പല ആൾക്കാരും നമ്മളടുത്തേക്ക് വരും. അപ്പൊ എന്തൊക്കെ എവിടെ വെച്ചത് എവിടേക്ക് എടുത്തത് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ആകെ പരക്കം പാച്ചിലാക്കാണ്. പിന്നെ എവിടെ ചില സാധനങ്ങൾ എടുക്കൂല, ചില സാധനങ്ങൾ എടുക്കാൻ മറന്നിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ പല രൂപത്തിലും ഉണ്ടാവും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മേടിക്കുമ്പോ തന്നെ ഇപ്പൊ തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ നമ്മളെ ലഗേജിന്റെ ബാഗിൽ തന്നെ സൂക്ഷിച്ച് അതൊക്കെ കൃത്യമാക്കി വെക്കുക. പിറ്റേ ദിവസത്തേക്ക് നമ്മൾ യാത്ര പോകുന്ന ബുധനാഴ്ചത്തേക്ക് ഒരിക്കലും അത് മാറ്റി വെക്കരുത് എന്ന് ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പോ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് ലഗേജൊക്കെ തയ്യാറാക്കി പിറ്റേ ദിവസം നമ്മള് യാത്രക്ക് വേണ്ടി പോകുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ വെച്ച് ഇഹ്റാമിന്റെ കുളി നമ്മൾ കുളിക്കണം. ഇഹ്റാം ചെയ്യാൻ വേണ്ടി കുളിക്കൽ സുന്നത്താണ്. സാധാരണ കുളി പോലെയല്ല, ഒരു ഒന്നാം തരം കുളി തന്നെ ആ ദിവസം നമ്മൾ കുളിക്കണം. അതോടൊപ്പം വേറെ കാര്യം ഉറപ്പെടുത്താനുള്ള നമ്മളെ സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൂടി നമ്മളെ മരുന്നിന്റെ കൂട്ടത്തിൽ പറഞ്ഞപ്പോ ഉറപ്പെടുത്താനുള്ളത്, മെൻസസ് ഉണ്ടാവുന്ന സഹോദരികളാണെങ്കിൽ അവര് നമ്മള് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അത് ഉണ്ടാവുകയാണെങ്കിലൊക്കെ നമ്മളെ ഇബാദത്തിനും മറ്റൊക്കെ അത് ബാധിക്കും. ഉംറൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോ ഒരു ഡോക്ടറെ കണ്ടിട്ട് അത് താൽക്കാലികമായി മാറ്റി വെക്കാനുള്ള ഗുളികകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിർവഹിക്കുകയോ അല്ലെങ്കിൽ അതൊക്കെ മേടിച്ച് അവരെ കണ്ടത് മേടിക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി ചെയ്യുകയോ ചെയ്യണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ബുധനാഴ്ച രാവിലെ നമ്മള് എഴുന്നേറ്റ് കഴിഞ്ഞാല് ഇഹ്റാമിന് വേണ്ടിയുള്ള കുളി നമ്മുടെ യാത്രക്ക് മുമ്പ് നമ്മൾ നിർവഹിക്കണം. ഇപ്പൊ നമ്മൾ ഉച്ചക്കാണ് പോണത്, ഉച്ചയുടെ മുമ്പായിട്ട് ദൂറിന്റെ മുമ്പായിട്ട് കുളിച്ചാലും മതി. ഇഹ്റാമിന് വേണ്ടി കുളിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി നല്ല ഒന്നാം തരം ഒരു കുളി നമ്മൾ കുളിക്കണം. ആ കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിലെ നഖം, മുടി പോലെയുള്ള വസ്തുക്കളൊക്കെ നീക്കം ചെയ്യണം. നഖം വെട്ടുക, കക്ഷരോമം, അതുപോലെ ഗുഹ്യഭാഗത്തുള്ള രോമങ്ങൾ അതൊക്കെ കളയുക. അങ്ങനെ ഒരു പുതിയാപ്പള അല്ലെങ്കിൽ ഒരു പുതിയണ്ട് കുളിക്കുന്നത് പോലെ നല്ലൊരു ഒന്നാം തരം കുളിയാണ് ഇഹ്റാമിന് വേണ്ടി നമ്മൾ കുളിക്കേണ്ടത്. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരത്തിലുള്ള രോമങ്ങളൊക്കെ 40 ദിവസത്തിൽ കൂടുതൽ കളയാതിരിക്കാൻ പാടില്ലാണ് ഹദീസുള്ളത്. നമ്മുടെ ഇബാദത്തുകളുടെ പൂർണ്ണതയ്ക്ക് പോലും ഭംഗം വരുന്ന അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ കക്ഷരോമങ്ങൾ, ഗുഹ്യഭാഗത്തുള്ള രോമങ്ങളൊക്കെ ഈ 40 ദിവസത്തിലധികം കളയാതെ ഉപേക്ഷിച്ചിടാൻ പാടില്ല. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതാണ്. ഈ ഒരു കുളിക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് അത് ചെയ്യണം. നഖം മുറിക്കുക, അതുപോലെ ഈ രോമങ്ങളൊക്കെ, ശരീരത്തിലെ രോമങ്ങളൊക്കെ കളഞ്ഞ് നമ്മൾ നല്ല ഒന്നാം തരം ഒരു കുളി, ഇഹ്റാമിന്റെ കുളിയിലാണ് കുളിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി നമ്മൾ കുളിക്കാം. അത് കുളിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ളുഹർ നിസ്കാരം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് യാത്രയുടെ അല്പം മുമ്പായിട്ട് യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നമ്മൾ നിർവഹിക്കാം. നമ്മൾ സാധാരണ വസ്ത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങാം. ആളുകളാണെങ്കിൽ സാധാരണ ഉപയോഗിക്കുന്ന തുണി ഷർട്ടും, പെണ്ണുങ്ങൾ പറത്തി കാര്യങ്ങളൊക്കെ ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും.
ഇഹ്റാമിന്റെ ഡ്രസ്സും മറ്റൊക്കെ മാറ്റുന്നത് നമ്മളെ എയർപോർട്ടിൽ വെച്ചായിട്ട് ഇട്ടായിരിക്കും. അതുകൊണ്ടാണ് ഹാൻഡ് ബാഗിൽ ആളുകളോട് അത് വെക്കാൻ പറഞ്ഞത്. സ്ത്രീകൾക്ക് പിന്നെ പ്രത്യേകമായ വസ്ത്രമല്ല, ഈ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കിയാൽ മതി. മുഖം മറക്കുന്നതും കയ്യുറ ധരിക്കുന്നതും ഒഴിവാക്കിയാൽ പിന്നെ അതന്നെയാണ് ഇഹ്റാമിന്റെ വസ്ത്രം. അപ്പോ നമ്മള് ആ ഒരു രൂപത്തിൽ നമ്മൾ ഒരുങ്ങി തയ്യാറായിട്ട് യാത്രക്ക് ഇറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യാം, യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നമ്മൾ നിർവഹിക്കാം. യാത്രക്ക് വേണ്ടിയുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. ഒക്കെ നമ്മളെ ബുക്കിലുണ്ടാവും കേട്ടോ. അതിൽ നോക്കിയിട്ട് പിന്നെ ഓർമ്മയില്ലാത്തവരൊക്കെ അതിൽ നോക്കിയാൽ മതി. അങ്ങനെ ആ നിസ്കാരത്തിൽ നമ്മൾ ഓതേണ്ട സൂറത്ത് ഫാത്തിഹ ഓതാം. 1ാമത്തെ റക്അത്തിൽ കുല്യ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഓതാം. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയിട്ട് പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതാം. ഇതാണ് ഈ 2 സൂറത്തുകളാണ് ഓതേണ്ടത്. നേരത്തെ പറഞ്ഞ ഇസ്തിഖാറത്തിന്റെ നിസ്കാരത്തിലും ആ സൂറത്ത് തന്നെ ഓതേണ്ടത്. ഒരുവിധം സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ ഈ 2 സൂറത്തുകളാണ് ഓതേണ്ടത്. അപ്പോ അങ്ങനെ ഈ 2 സൂറത്തുകൾ ഓതി യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നമ്മൾ നിർവഹിച്ച് ഇൻഷാ അല്ലാഹ് നമ്മള് പിന്നെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ തയ്യാറാണല്ലോ. ഒരു ഉസ്താദുമാരെ ആരെയൊക്കെ വിളിച്ചിട്ട് ഒരു ദുആയൊക്കെ ചെയ്യിപ്പിച്ച് അവർക്ക് എന്തെങ്കിലും യാത്രയ്ക്ക് മുമ്പ് നമ്മൾ ഒരു സ്വതക്ക നൽകുക എന്നുള്ളത് യാത്രയുടെ ഒരു സുരക്ഷിതത്വത്തിന് വലിയ ഒരു ഉപകാരം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു ഹദിയ എന്തെങ്കിലും കൊടുത്ത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പാവപ്പെട്ടവർ നമ്മുടെ കുടുംബത്തിലോ അവിടെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ എന്തെങ്കിലും ചെറിയ ഹദിയ കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് നമ്മള് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പിന്നെ നമ്മുടെ ഉമ്മറപ്പടയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ഇടത് കാല് പുറത്തേക്ക് വെച്ചുകൊണ്ടാണ്, നിലത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇറങ്ങേണ്ടതെന്നാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളൊരു നല്ല കാര്യത്തിനാണ് പോകുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഇടത് കാല് വെച്ച് ഇറങ്ങുന്നത് എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. യാത്ര എന്ന് പറഞ്ഞാൽ അത് നബിതങ്ങൾ പറഞ്ഞത് കിത്അത്തും മിനൽ അദാബി, അത് ശിക്ഷയുടെ ഒരു ഭാഗമാണെന്ന്. യാത്ര നമ്മൾ സാധാരണ വീട്ടിലിരിക്കുന്ന പോലെയല്ല യാത്ര. യാത്ര എന്ന് പറയുമ്പോൾ പല പ്രയാസങ്ങളും യാത്രയിലുണ്ടാവും. നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും ചിലപ്പോ യാത്രയിൽ നടന്നു എന്ന് വരില്ല. അപ്പോഴൊക്കെ നമുക്ക് ക്ഷമ ഉണ്ടാവണ്ട. പിന്നെ ഒപ്പണ്ട ആളുകളോട് ചൂടാവുക, അല്ലെങ്കിൽ ഉസ്താദിനോട് ചൂടാവുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും യാത്രയിൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. പരമാവധി നമ്മൾ ക്ഷമിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കും. അതൊക്കെ ഒരുക്കാൻ വേണ്ടി ഞാൻ ഇൻഷാ അല്ലാഹ് പരിശ്രമിക്കും ചെയ്യും. എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോഴേക്ക് പെട്ടെന്ന് എടുത്തു ചാടിയിട്ടുള്ള സംസാരങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത് പിന്നീട് നാവ് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല, നമുക്കറിയാലോ. പിന്നീട് അത് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് യാത്ര എന്ന് പറയുമ്പോൾ കിത്അത്തും മിനൽ അദാബി, അത് ശിക്ഷയുടെ ഒരു ഭാഗമാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വീട്ടിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്തു വിശന്നു വിചാരിക്കാം. വീട്ടിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും എടുത്ത് കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം അല്ലെ. യാത്രയിലാകുമ്പോ ചിലപ്പോൾ അത് കഴിഞ്ഞു എന്ന് വരില്ല. നമ്മൾ ഉദ്ദേശിച്ച സമയമായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലമാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുപോലെ മൂത്രയിക്കാന്, അതുപോലെ ബാത്റൂമിൽ പോകാനുള്ള പ്രയാസങ്ങള്. വീട്ടിലാണെങ്കിൽ നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല, പക്ഷെ ചിലപ്പോൾ നമ്മുടെ യാത്രയിലോ മറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നടന്നു എന്ന് വരില്ല. അങ്ങനെ ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ യാത്രയിലുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ വീടാകുന്ന സ്വർഗത്തിൽ നിന്നും യാത്രയാകുന്ന ശിക്ഷയിലേക്ക് ഇറങ്ങുന്നത് കൊണ്ടാണ് നബിതങ്ങൾ യാത്രയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് ഇടതുകാലി വെച്ചുകൊണ്ടാണ് ഇറങ്ങേണ്ടതെന്ന് പറയാൻ കാരണം. മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇറങ്ങി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് നമ്മൾ ഇറങ്ങുക. പക്ഷെ അതൊക്കെ നമ്മുടെ ഈ ബുക്കിൽ ഉണ്ടാവും. അത് നിർത്തി പിടിച്ചിട്ട് അത് ചൊല്ലിയിട്ട് ഇറങ്ങിയാൽ മതി കേട്ടോ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിയിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അങ്ങനെ ഇറങ്ങി നമ്മുടെ വാഹനത്തിൽ ഇവിടേക്ക് വരാനുള്ള വാഹനത്തിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ട് വലത് കാല് വെച്ചുകൊണ്ട് കയറുക. സുബ്ഹാനല്ലദി സഖറന ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്നുള്ള ദിക്റൊക്കെ ചൊല്ലിയിട്ട് വാഹനത്തിലേക്ക് കയറുന്നു. ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ച് നമ്മൾ ഒന്നിച്ച് കയറുന്ന സമയത്ത് ഞാൻ ആ ദിക്റും മറ്റു കാര്യങ്ങളൊക്കെ ചൊല്ലിത്തരും. അതൊക്കെ ചൊല്ലി ഇൻഷാ അല്ലാഹ് ദുആയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് പോകാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അങ്ങനെ നിങ്ങൾ 2 മണിയാകുമ്പോഴേക്ക് കൃത്യമായിട്ട് ആ സമയം തന്നെ എല്ലാവരും ആ സമയത്ത് തന്നെ എത്തണം. നമ്മളിപ്പോ ഇന്ന് 10 മണിക്ക് ക്ലാസ് പറഞ്ഞ് 10:20 ക്ലാസ് തുടങ്ങിയത്. അപ്പൊ അങ്ങനെ സമയം വൈകി കഴിഞ്ഞാല് നമുക്ക് പല പ്രയാസങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോ നമ്മളിവിടെ 2 മണിക്ക് വരാൻ പറഞ്ഞാൽ ഒരാള് 2:15 വന്നാല് ഇപ്പോ അതിന്റെ മുമ്പ് വന്ന ആളുകളൊക്കെ ഇങ്ങനെ അവരെ കാത്തു നിന്നിട്ട് പ്രയാസം
മാനസികമായിട്ട് കുറെ പ്രയാസങ്ങളാണ് വെച്ചാൽ മനസ്സിൽ പലതും വിചാരിക്കും, പലതും പറയും. അപ്പൊ നമ്മൾ കാരണം വേറൊരു ബുദ്ധിമുട്ട് നമ്മൾ ഉണ്ടാക്കരുത്. എപ്പോഴും അങ്ങനെ തന്നെ. നമ്മൾ റൂമിൽ ചെല്ലുമ്പോ ഓരോ ദിവസവും ഉംറക്കിറങ്ങേണ്ട സമയം നിങ്ങളോട് പറയും. നാളെ 7 മണിക്കാണ് ബസ് വരാം, അപ്പൊ എല്ലാവരും താഴത്തേക്ക്, റൂമിന്റെ താഴത്തേക്ക് ഇറങ്ങണം എന്ന് പറയുമ്പോ അതിന്റെ മുമ്പ് തന്നെ എല്ലാവരും ഇറങ്ങണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ റൂമിലും പിന്നെ കുളിക്കേണ്ട അവസരം, ഇഹ്റാമിന് വേണ്ടി നമ്മള് ഓരോ ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോഴൊക്കെ ഇഹ്റാമിന് വേണ്ടി കുളിക്കും. ആ സമയമൊക്കെ പിന്നെ റൂമിൽ 5 ആളാണെങ്കിൽ ആ 5 ആളുകളിൽ പിന്നെ എന്ത് ചെയ്യാ, ക്രമീകരിച്ചിട്ട് കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ട് കുളിയും മറ്റു കാര്യങ്ങളൊക്കെ കഴിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ നിയന്ത്രിക്കണം ഈ യാത്രയിൽ. അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാവും. നമ്മൾ ഒരാൾ വൈകി കഴിഞ്ഞാൽ എല്ലാവരും വൈകും. പിന്നെ അവിടെയൊക്കെ തിരക്ക് പിടിച്ച സ്ഥലങ്ങളാണ്. ബസ്സൊക്കെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പോലീസുകാർ മാറ്റും. പിന്നെ നമുക്ക് ചിലപ്പോൾ കുറെ ദൂരമൊക്കെ നടന്നിട്ടൊക്കെ ബസ് കയറേണ്ടി വരും. അല്ലെങ്കിൽ അരമണിക്കൂർ 1 മണിക്കൂർ വെയിറ്റ് ചെയ്താലേ പിന്നെ ബസ് തിരിച്ച് അവിടെ തന്നെ വന്ന് നിർത്താൻ പറ്റുള്ളൂ. അങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ പരമാവധി എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തും നമ്മൾ ഒരുമിച്ച് ആ ഒരു ബോധത്തോടു കൂടെ ആയിരിക്കും എല്ലാവരും ഉണ്ടാവുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് കൃത്യസമയത്ത് ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ കൃത്യസമയം പാലിക്കണം അല്ലെ. നമ്മളെ കൂട്ടത്തിൽ ഇപ്പൊ കുട്ടികളുള്ള ആളുകളുണ്ട്, അതുപോലെ ഫാമിലി ആയിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ ഞാൻ കാരണം ബാക്കിയുള്ളവർ പ്രയാസപ്പെടരുത് എന്നൊരു ചിന്ത എപ്പോഴും നമുക്ക് ഉണ്ടാവണം. ആ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞതുപോലെ 2 മണിക്ക് മുമ്പ് തന്നെ അവിടെ എത്തി നമുക്ക് എല്ലാവരും ഒരുമിച്ച് കൂടി നമ്മുടെ കുടുംബങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിപ്പം വന്നാൽ എല്ലാവരും ഇരുത്തിയിട്ട് നമുക്കൊക്കെ വേണ്ടി ഒരു ദുആ ചെയ്തിട്ട് നമ്മൾ ബസ് കയറല്ലേ. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിനൊക്കെ സമയം കണ്ടെത്തണം. ഒരു 2:30 ആകുമ്പോ എന്തായാലും നമുക്ക് ഇവിടുന്ന് ബസ് എടുത്തിട്ട് പോകണം. പിന്നെ ഇടയിൽ വെച്ചിട്ട് നമുക്ക് അസ്ർ നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങണം. ഒരു 6 മണിക്ക് മുമ്പായിട്ട് എയർപോർട്ടിൽ എത്തണം. 9:15 നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. നേരത്തെ നമ്മൾ പോയാൽ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പിന്നെ ബോഡി പാസ് ഒക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യത്തിലും വിശാലമായ സമയങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ പോകുന്നത്. സംഘമായി പോകുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ബുധനാഴ്ച 2 മണി എന്നുള്ളത് എല്ലാവരും കൃത്യസമയം പാലിച്ച് തന്നെ ഇവിടെ എത്തിച്ചേരണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് അങ്ങനെ യാത്ര ചെയ്ത് എയർപോർട്ടിലേക്ക് എല്ലാവരും ഒരുമിച്ച് പോയി പാസ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ എയർപോർട്ടിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ തരും. വിസയും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മുടെ ഹാൻഡ് ബാഗിൽ തന്നെ സൂക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഹാൻഡ് ബാഗിന്റെ മുന്നിലത്തെ അറയിൽ തന്നെ സൂക്ഷിച്ചിട്ട് നമ്മൾ അവിടെ എയർപോർട്ടിന്റെ പുറത്ത് അത് കാണിച്ചു കൊടുക്കും. അതിന്റെ ഉള്ളിലേക്ക് ഓരോരുത്തരായിട്ട് കയറും. നമ്മുടെ ലഗേജുകൾ അവിടെ പിന്നെ എന്ത് ചെയ്യും, പിന്നെ ഫ്ലൈറ്റിലേക്ക് നമ്മൾ കയറ്റി വിടുകയും നമ്മുടെ ബോർഡിംഗ് പാസും ടിക്കറ്റൊക്കെ നമുക്ക് ലഭിച്ച് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരുമിച്ച് കൂടി എയർപോർട്ടിന്റെ മുകളിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഉംറയുടെ 1ാമത്തെ റുക്കിന് അവിടെ വെച്ച് നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മുടെ യാത്ര അങ്ങനെ പോകുന്ന രൂപമാണ് ഞാൻ പറഞ്ഞത്. വീട്ടിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. കുളിക്കലും നിസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ കഴിച്ച് ഇവിടേക്ക് വന്ന് എയർപോർട്ടിലെത്തി അവിടെ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ഇൻഷാ അല്ലാഹ് എല്ലാം ഫ്രീ ആയി. നമ്മുടെ ഹാൻഡ് ബാഗ് മാത്രമേ നമ്മളെ കയ്യിലുണ്ടാവുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും, എയർപോർട്ടിന്റെ മുകളിൽ വിശാലമായ സ്ഥലത്ത് വെച്ചിട്ട് മഗ്‌രിബും ഇശാക്ക് ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് നിസ്കരിച്ച് ഇൻഷാ അല്ലാഹ് പിന്നീട് ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നമ്മൾ എന്ത് ചെയ്യും, അവിടെ വെച്ച് നിർവഹിക്കും. ആ സമയത്ത് അതൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അവിടെ വെച്ച് നമ്മൾ നിസ്കരിച്ചിട്ട് ഉംറയുടെ 1ാമത്തെ റുക്കിനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. എയർപോർട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ഉംറയുടെ 1ാമത്തെ റുക്കിന് ചെയ്യാം. 1ാമത്തെ റുക്കിന് എന്താണ്, നിയ്യത്ത് ചെയ്യുക, ഇഹ്റാം ചെയ്യുക, ഉംറയിൽ പ്രവേശിക്കുന്നു എന്ന് കരുതുക. അതാണ് നിയ്യത്ത്. 1ാമത്തെ റുക്കിന് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി ആണുങ്ങളൊക്കെ ഇഹ്റാമിന്റെ വസ്ത്രം മാറ്റി 2 വസ്ത്രം മാത്രം, ഒരു ഉടുക്കാനുള്ള തുണിയും ഒരു പുതക്കാനുള്ള തുണിയും മാത്രമാണ് ആണുങ്ങളുടെ അടുത്തുണ്ടാവുക. സ്ത്രീകളാവുമ്പോൾ അവരുടെ മുൻകൈയും മുഖവും അല്ലാത്ത ഭാഗങ്ങളൊക്കെ മറച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളവിടെ വെച്ച് ഉംറയുടെ 1ാമത്തെ നിയ്യത്ത് എന്നുള്ള ആ കർമ്മം നമ്മൾ നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. എന്താണ് 1ാമത്തെ റുക്കിനിൽ നമ്മൾ കരുതേണ്ടത്? നബൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല. അല്ലാഹു തആലക്ക് വേണ്ടി ഉംറയെ ഞാൻ കരുതി, അതിനു വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇതാണ് ഉംറയുടെ നിയ്യത്ത്. ഈ ഒരു നിയ്യത്ത് ചൊല്ലിയിട്ട് ചില പ്രത്യേകമായ ദിക്റുകളും ചൊല്ലിയിട്ട് പിന്നീട് നമ്മള് സാധാരണക്കാരല്ല, പിന്നെ നമ്മള് ഈ നിയ്യത്ത് വെച്ച ഉടനെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക
ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് എന്നുള്ള തൽബിയത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് നമ്മൾ പരിശുദ്ധമായ കഅബയെ ലക്ഷ്യമാക്കി പോവാൻ പോവുകയാണ്. പരിശുദ്ധമായി ഉംറയുടെ നെയ്യത്ത് വെക്കുന്നതോടുകൂടി പിന്നെ നമ്മൾ സാധാരണക്കാരല്ല. എന്നാണ് ഇഹ്റാം എന്ന പേര് കിട്ടാൻ കാരണം? ഇഹ്റാം എന്ന് പറഞ്ഞ ആ ഒരു നെയ്യത്തോടുകൂടി പിന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് ഹറാമായിട്ട് മാറും. അതുവരെ ഹലാലായ ചില കാര്യങ്ങൾ നമുക്ക് ഹറാമാകും. ഇതുപോലെ നിസ്കാരത്തിൽ നമ്മളൊക്കെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലലുണ്ട് അല്ലെ? അല്ലാഹു അക്ബർ ചൊല്ലിയാല് അതുവരെ ഹലാലായ കുറെ കാര്യങ്ങൾ നമുക്ക് ഹറാമാകും അല്ലെ? പിന്നെ നമ്മൾ തിരിഞ്ഞു വെക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, നിസ്കാരത്തിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അതൊക്കെ നമുക്ക് നിഷിദ്ധാവൂലെ? അതേപോലെ ഉംറയുടെ ഒന്നാമത്തെ ഫർള് ഈ ഒരു നെയ്യത്ത് നമ്മൾ വെക്കുന്നതോടുകൂടി നമുക്ക് ചില കുറെ കാര്യങ്ങൾ പിന്നീട് ഹറാമായിട്ട് മാറും. പിന്നെ അത് ഹലാലാവണമെങ്കിൽ ഉംറയുടെ 4ാമത്തെ റുക്നായ മുടി മുറിക്കുക എന്നുള്ള കർമ്മം ചെയ്യണം. എന്നാലേ പിന്നെ ഹലാലാവുള്ളൂ. മനസ്സിലായോ? അതുവരെയും നമുക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ ഹറാമാണ്. എന്തൊക്കെയാ ഹറാമാവുക? പുരുഷന്മാരാണെങ്കിൽ ചുറ്റിത്തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. ബനിയന്, അതുപോലെ ട്രൗസർ പോലെയുള്ള കാര്യങ്ങൾ പുരുഷന്മാർ ധരിക്കാൻ പാടില്ല. ഷോക്സ് അതൊന്നും പുരുഷന്മാർ ധരിക്കാൻ പാടില്ല. ബെൽറ്റ് ധരിക്കണം. ബെൽറ്റ് ഇടുന്നോണ്ട് കുഴപ്പമില്ല. അപ്പോ പുരുഷന്മാർ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോ ഇഹ്റാം ചെയ്യുമ്പോൾ മക്കത്ത് പോയിട്ട് വേറെ ഉംറയ്ക്ക് വേണ്ടി നമ്മൾ പോവുകയാണെങ്കിലും നമ്മൾ നെയ്യത്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഈ 2 വസ്ത്രങ്ങളല്ലാത്ത ഒരു വസ്ത്രം ഉണ്ടാവാൻ പാടില്ല. ഒരു തുണിയും ഒരു മേലങ്ങ ഒരു തുണിയും. ഈ 2 തുണികൾ മാത്രമേ പുരുഷന്റെ അടുക്കൽ ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ പുരുഷന്മാര് തല മറക്കാനും പാടില്ല. ഇപ്പൊ നമ്മള് ചിലപ്പോ ഇവിടുന്ന് പോയിട്ട്, ഞാൻ പറഞ്ഞില്ലേ, എയർപോർട്ടിൽ നിന്ന് പോയിട്ട് നമ്മൾ റൂമിലെത്തിയാല് ചിലപ്പോ ചില ആളുകൾ മറന്നിട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് ഇതൊക്കെ മാറ്റിയിട്ട് ഷർട്ടൊക്കെ എടുത്തിടും. അപ്പൊ അങ്ങനെയൊക്കെ വന്നാൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മളതിനൊക്കെ ഫിദിയ കൊടുക്കേണ്ടി വരും. അതുപോലെ തലമറക്കുക പോലുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിയ്യത്തിലായിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല. പുരുഷന്മാര് ചുറ്റിത്തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല, തല മറക്കാൻ പാടില്ല. സ്ത്രീകളാണെങ്കിൽ മുഖം മറക്കാൻ പാടില്ല, അതുപോലെ മുൻകൈ മറക്കാൻ പാടില്ല. അത് സഹോദരിമാര് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. മുഖവും മറക്കരുത്, മുൻകൈയും മറക്കരുത് കേട്ടോ. പിന്നെ 2 പേരും ശ്രദ്ധിക്കേണ്ടതാണ്, സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അത്തറ്, സോപ്പ് പോലെയുള്ള വസ്തുക്കളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല. നമ്മള് ഇഹ്റാമിലായിരിക്കെ ഉപയോഗിക്കാൻ പാടില്ല. ചില പിന്നെ ഫ്ലൈറ്റുകളിലൊക്കെ ചിലപ്പോ നമുക്ക് ടിഷ്യൂ പേപ്പറുകൾ തരും, അതിൽ സുഗന്ധം ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഉള്ളതുകൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ മുഖം തുടക്കാനോ കൈ തുടക്കാനോ ഒന്നും പാടില്ല, ആസ്വദിക്കാൻ പാടില്ല. അപ്പൊ അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇഹ്റാം ചെയ്തതിന് ശേഷം നമ്മുടെ ശരീരത്തിലെ നഖം, മുടി പിന്നെ പോലെയുള്ള വസ്തുക്കളൊന്നും നീക്കാൻ പാടില്ല. അത് നീങ്ങുന്നത് ശ്രദ്ധിക്കണം. ഇപ്പൊ താടിയുള്ള ആളുകളാണെങ്കിൽ ചൊറിയുന്ന സമയത്ത് താടി രോമം വീണ് കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. നമ്മുടെ പ്രവൃത്തി കൊണ്ട് വീണ് കഴിഞ്ഞാൽ നമ്മൾ അതിന് ഫിദിയ കൊടുക്കേണ്ടി വരും. തല ചൊറിഞ്ഞിട്ട് തലയിലെ മുടി നീങ്ങി കഴിഞ്ഞാൽ അത് നമ്മൾ ഫിദിയ കൊടുക്കേണ്ടി വരും. താനെ കൊഴിഞ്ഞു പോകുന്നതാണെങ്കിൽ അത് പ്രയാസമല്ല. പക്ഷെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് അത് നീങ്ങിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രയാസം ഉണ്ടാകും. പിന്നെ നമ്മൾ ഫിദിയ കൊടുക്കേണ്ടി വരും. ഒരു ആടിനകത്ത് കൊടുക്കുക, അതുപോലെ 3 ദിവസം നോമ്പനുഷ്ഠിക്കുക, 6 മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കുക, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഫിദിയ ഉള്ളത്. അപ്പൊ അതൊക്കെ നമുക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ ഇഹ്റാമിലായിരിക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇല്ലേ? ഇപ്പൊ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, നഖം, മുടി മുതലായവ നീക്കാൻ പാടില്ല, വേട്ടയാടാൻ പാടില്ല, വിവാഹം പോലെയുള്ള കാര്യങ്ങൾ പാടില്ല, സംയോഗം ചെയ്യാൻ പാടില്ല പോലെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഹറമിലെ മരങ്ങള് അത് മുറിക്കാൻ പാടില്ല, പൊട്ടിക്കാൻ പാടില്ല. അത്തരം കാര്യങ്ങളൊക്കെ ഇഹ്റാമിലായിരിക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ നെയ്യത്ത് വെക്കുന്നതോടുകൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അപ്പൊ നമ്മൾ ഈ നെയ്യത്ത് വെച്ച് പിന്നീട് അല്പസമയം കഴിയുമ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. നമ്മുടെ ഫ്ലൈറ്റിന്റെ സമയം ഒരു 8 മണി 8:15 അല്ലെങ്കിൽ 8:30 ആകുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും ഫ്ലൈറ്റിലേക്ക് ഇങ്ങനെ കയറ്റി വിടും. ഇൻഷാ അല്ലാഹ് നമ്മളവിടെ പോയി ഫ്ലൈറ്റിൽ നമുക്ക് ഒരുക്കിയ ടിക്കറ്റിന്റെ ആ ഒരു നമ്പർ അനുസരിച്ചുള്ള സ്ഥലത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടി, എല്ലാവരും ഒരു ഭാഗത്ത് തന്നെ ഉണ്ടാവാം ഏകദേശമൊക്കെ. അപ്പൊ അവിടെയൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇരുന്ന് ഇൻഷാ അല്ലാഹ് ഒരു 5-5.5 മണിക്കൂറോളം യാത്ര ചെയ്താലാണ് പിന്നീട് നമ്മൾ ജിദ്ദ എയർപോർട്ടിലേക്ക് എത്തുക. ജിദ്ദ എയർപോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അവിടെ നമ്മൾ ഇറങ്ങി നമ്മുടെ അവിടുത്തെ പരിശോധനയും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലഗേജ് നമുക്ക് കിട്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ എയർപോർട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങിയിട്ട്
നമുക്ക് പോകാനുള്ള ബസ് അവിടുത്തെ ഹുക്കൂമത്ത് ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുള്ള ബസ് പുറത്തുണ്ടാവും. ആ ബസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കയറി പരിശുദ്ധമായ മക്കയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ നീങ്ങുകയാണ്. പരിശുദ്ധമായ പുണ്യഭൂമി എല്ലാ ആളുകളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഭൂമിയാണ്. എന്താണ് ആ ഭൂമിയുടെ പ്രത്യേകത? ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസി, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ ആദ്യമായി ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ഭവനമാണ് പരിശുദ്ധമായ കഅബ. ആ പരിശുദ്ധമായ കഅബ ശരീഫ് നിലകൊള്ളുന്ന ആ ഭൂമിയെ ലക്ഷ്യമാക്കി നമ്മൾ നീങ്ങുകയാണ്. വഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ ആളുകൾക്ക് സന്മാർഗം നൽകുന്ന പരിശുദ്ധമായ പുണ്യഭൂമിയാണ് ആ പരിശുദ്ധമായ മക്ക എന്ന പുണ്യഭൂമി. ആ പരിശുദ്ധമായ മക്കയിലെ ഹറമിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ജിദ്ദയിൽ നമ്മൾ പോകുമ്പോ 22 കിലോമീറ്റർ അകലെയായിട്ടാണ് ഷുമൈസി എന്ന് പറയുന്ന ഹറമിന്റെ അതിർത്തി ഉള്ളത്. അവിടെ ഒരു മുസാഫ് ഇങ്ങനെ തുറന്നു വെച്ച രൂപത്തിൽ ഒരു കവാടം ഉണ്ടാവും. ആ കവാടത്തിൽ ഞാൻ ഈ ചൊല്ലിയ ആയത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. ബക്ക എന്നാണ് പരിശുദ്ധമായ മക്കയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ബക്ക എന്ന് പറഞ്ഞാൽ അല്ലദീ തബുക്കു ഐനാകുൽ ജബാബിറ, എല്ലാ കൊമ്പന്മാരുടെയും വമ്പന്മാരുടെയും അഹങ്കാരികളുടെയും കൊമ്പുകൾ ഒടിച്ചു കളഞ്ഞ സ്ഥലമാണ് മക്ക. അബൂജഹലിനെ പോലെയുള്ള, ഉത്തുബത്തിനെ പോലെയുള്ള, ശൈബത്തിനെ പോലെയുള്ള അഹങ്കാരികളായ മുഴുവൻ ആളുകളെയും അള്ളാഹു പരാജയപ്പെടുത്തിയ, അവരുടെ അഹങ്കാരം ഒന്നുമല്ലാതാക്കിയ പരിശുദ്ധമായ പുണ്യഭൂമിയാണ് മക്ക എന്നുള്ള ഭൂമി. നമ്മള് ജിദ്ദയിൽ പോകുമ്പോ 22 കിലോമീറ്റർ അകലേക്ക് ഹറമിന്റെ അതിർത്തിയാണ്. അത്രയും ഭാഗം ഹറമാണ്. ആ പരിശുദ്ധമായ പുണ്യഭൂമി, പുണ്യഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും മംനൂ ദുഖൂൽ ലിഗൈരിൽ മുസ്ലിമീൻ, നോ എൻട്രി ഫോർ നോൺ മുസ്ലിംസ്. മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് ഇവിടേക്ക് പ്രവേശനമില്ല. പരിശുദ്ധമായ കഅബ കിടക്കുന്ന 22 കിലോമീറ്റർ അപ്പുറത്താണ്. ഈ 22 കിലോമീറ്റർ ഇപ്പുറത്തെ ഉള്ള ആ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും ഹറമിന്റെ അതിർത്തി. ഓരോ അതിർത്തിയിലും ചില ഭാഗത്ത് 15 കിലോമീറ്റർ ഉണ്ട്, ചില ഭാഗത്ത് 12 കിലോമീറ്റർ ഉണ്ട്, ചില ഭാഗത്ത് 8 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു ബൗണ്ടറിയാണ് ഹറമിന്റെ ബൗണ്ടറി. ആ ഹറമിന്റെ ബൗണ്ടറിയുടെ ഉള്ളിലേക്ക് മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് പ്രവേശനമില്ലാന്ന്, അല്ലെ? സ്വർഗതുല്യമായ ഭൂമി. അങ്ങനത്തെ ഒരു ഭൂമി ലോകത്ത് എവിടെയുണ്ടോ? എവിടെയില്ല, അല്ലെ? അങ്ങനത്തെ ഒരു ഭൂമി ലോകത്ത് എവിടെയില്ല. അങ്ങനത്തെ ഒരു ഭൂമി ലോകത്ത് എവിടെയില്ല. പരലോകത്തുള്ളത് സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്കും മുസ്ലിമീങ്ങൾക്ക് അല്ലാത്തവർക്ക് പ്രവേശനമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാത്തവർക്ക് സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സ്വർഗതുല്യമായ ആ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭൂമിയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പ്രത്യേകമായ ചില പ്രാർത്ഥനകളുണ്ട്, ദുആകളുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആകളൊക്കെ നമ്മൾ ചൊല്ലിയിട്ട് ആ പുണ്യമാക്കപ്പെട്ട ഹറമിന്റെ ഭൂമിയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മൾ അവിടേക്ക് പ്രവേശിച്ച് ഇൻഷാ അല്ലാഹ് അങ്ങനെ 22 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ മക്കയിൽ നമുക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട റൂമിലേക്ക് നമ്മുടെ ബസ് എത്തിച്ചേർന്നാൽ ആ റൂമിൽ അവിടെ വെച്ച് നമ്മുടെ ലഗേജൊക്കെ ആ റൂമിന്റെ മുമ്പിൽ ഇറക്കിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും തയ്യാറാക്കിയ റൂമിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോരുത്തരും ലഗേജൊക്കെ കൊണ്ടുപോയി വെച്ച് ഇൻഷാ അല്ലാഹ് വുദൂ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ വുദൂ ഒക്കെ എടുത്ത് ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ഉംറയുടെ 2ാമത്തെ റുക്ൻ ചെയ്യാൻ വേണ്ടി നമ്മൾ റൂമിൽ നിന്ന് പുറപ്പെടും. ഏകദേശം ഒരു 10 മിനിറ്റ് നടന്നാൽ നമ്മൾ പരിശുദ്ധമായ അറബിയിലേക്ക് എത്തും, കഅബയുടെ സമീപത്തേക്ക് എത്തും റൂമിൽ നിന്നും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളെ റൂമിൽ വെച്ച് നമ്മളെ ലഗേജൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് റാഹത്തായിട്ട് നമ്മള് വുദൂ എടുത്തുകൊണ്ട് പുണ്യമായ ഉംറയുടെ 2ാമത്തെ റുക്ന് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുക. എന്താ 2ാമത്തെ റുക്ന്? തവാഫ് ചെയ്യുക, അല്ലെ? തവാഫ് ചെയ്യുക എന്നുള്ളതാണ് 2ാമത്തെ റുക്ന്. എന്താ തവാഫ് എന്ന് പറഞ്ഞാൽ? നവൈതു തവാഫ സബ്അത അശ്വാത്തിൻ ലില്ലാഹി തആല, കഅബയെ 7 തവണ ചുറ്റി തവാഫ് ചെയ്യാൻ ഞാൻ കരുതി എന്നാണ് തവാഫിന്റെ നിയ്യത്ത്. ഉംറയുടെ തവാഫാവുമ്പോ നിയ്യത്ത് നിർബന്ധമല്ല, സുന്നത്തേ ഉള്ളൂ.
പക്ഷെ വെറും തവാഫ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ നിയ്യത്ത് നിർബന്ധവുമാണ്. ഉംറ അല്ലാതെ നമ്മൾ വേറെ വെറുതെ തവാഫുകൾ ചെയ്യും, ആ തവാഫിൽ നിയ്യത്ത് നിർബന്ധമാണ്. പിന്നെ അല്ലെങ്കിൽ ഉംറയുടെ തവാഫ് ആകുമ്പോൾ നിയ്യത്ത് സുന്നത്തേ ഉള്ളൂ. അപ്പോ നമ്മൾ എന്ത് ചെയ്തു? ഇൻഷാ അല്ലാഹ് ആ തവാഫ് എന്നുള്ള കർമ്മം നിർവഹിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? പരിശുദ്ധമായ കഅബ ശരീഫിനെ ലക്ഷ്യമിട്ടുകൊണ്ട് റൂമിൽ ഇറങ്ങുകയാണ്. തവാഫ് എന്ന് പറഞ്ഞാൽ വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ മലായിക്കത്താണ് ആദ്യമായി പുണ്യമായ ഈ കഅബ ശരീഫ് നിർമ്മിച്ചത്. മനുഷ്യന്മാരൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ കഅബ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനാണ് നമ്മൾ പറഞ്ഞത്. കഅബ എന്ന് പറഞ്ഞാൽ ഒരു 4 മൂലയുള്ള കെട്ടിടം എന്നതിന്റെ അർത്ഥം. സമചതുരത്തിലുള്ള 4 മൂലയുള്ള ഒരു കെട്ടിടം, അതാണ് കഅബ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോ ആ കഅബയെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ തവാഫിന് വേണ്ടി പോകുന്ന സമയത്ത് ചില പ്രത്യേകമായ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തവാഫിന് ചില നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ നിബന്ധന അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളതാണ്. ചെറിയ അശുദ്ധി, വലിയ അശുദ്ധി, ഈ 2 അശുദ്ധികളിൽ നിന്നും തവാഫ് ചെയ്യുന്ന ആളുകൾ ശുദ്ധിയായിരിക്കണം. അതാ നേരത്തെ ഞാൻ പറഞ്ഞത്, നമുക്ക് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വലിയ അശുദ്ധിയാണെങ്കിൽ അത് ഉണ്ടെങ്കിൽ നമുക്ക് തവാഫ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിന് വേണ്ട പരിഹാരങ്ങൾ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ ചെറിയ അശുദ്ധി നീങ്ങണമെങ്കിൽ വുളൂ ചെയ്യണം. ആ വുളൂയോട് കൂടെ ആയിരിക്കണം തവാഫ് തുടങ്ങി അവസാനിക്കുന്നത് വരെ നമുക്ക് വുളൂ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഷാഫി മദ്ഹബ് അനുസരിച്ച് നമ്മുടെ വുളൂ മുറിയും അല്ലെ. ഒരാണിനെ നമ്മൾ ഒരു പെണ്ണിനെ തൊട്ടാൽ വുളൂ മുറിയും. പക്ഷെ നമ്മള് തവാഫിന് വേണ്ടി പോകുന്ന സമയത്ത്, ഇറങ്ങുന്ന സമയത്ത് നിറയെ തിരക്കായിരിക്കും. കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ പറഞ്ഞ രൂപത്തില് പിന്നെ കാലിൽ ഷോക്സ് ധരിക്കാത്ത സ്ത്രീകളൊക്കെ ഉണ്ടാവും. ഹാഫ് കൈ പിന്നെ ചുരിദാർ ഇട്ടിട്ട് അങ്ങനെ വന്ന സ്ത്രീകളും ഉണ്ടാവും. അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. നമ്മളെ കേരളം നമുക്കറിയാം, അൽഹംദുലില്ലാഹ് ഇൽമിന്റെ കേന്ദ്രമാണ്. നമ്മളെല്ലാ കാര്യങ്ങളും വ്യക്തമായി പഠിച്ച് അല്ലെങ്കിൽ ഉസ്താദുമാര് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോലുള്ളൂ. അപ്പോ അത്തരം ക്ലാസ്സുകളൊന്നും കിട്ടാത്ത കുറെ ആളുകൾ ഉണ്ടാവും. അപ്പൊ അത്തരം ആളുകൾ പിന്നെ പല രൂപത്തിലും വന്നവരുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ പോലെ നമ്മൾ വുളൂ എടുത്ത് പോയാല് നമ്മളവരെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ വുളൂ മുറിയും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹറമിലേക്ക് നമ്മൾ എപ്പോൾ പോകുന്ന സമയത്തും ഹനഫി മദ്ഹബ് പ്രകാരമുള്ള വുളൂ എടുത്തുകൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. ഇങ്ങനെ ഹനഫി മദ്ഹബ് പ്രകാരമുള്ള വുളൂ. അപ്പൊ നിയ്യത്തിൽ നമ്മൾ പ്രത്യേകത കരുതണം. ഹനഫി മദ്ഹബ് പ്രകാരമാണ് ഞാൻ വുളൂ ചെയ്യുന്നു എന്ന നിയ്യത്ത് നമ്മൾ മുഖം കഴുകുന്നതിന് മുമ്പ് നമ്മൾ കരുതുക. എന്നിട്ട് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല്, തല തടവുന്ന സമയത്ത് തലയുടെ മുകൾ ഭാഗം മുതൽ പിറകു ഭാഗം മുഴുവൻ തല മുഴുവനായിട്ട് തടവണം. ആ ഒറ്റ കാര്യം മാത്രമേ ശ്രദ്ധിക്കണോ. ബാക്കിയൊക്കെ നമ്മുടെ വുളൂ പോലെ തന്നെ. ശരീരങ്ങളൊക്കെ ഒന്ന് തേച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? വുളൂ എടുക്കുമ്പോ ഒന്ന് അമർത്തി തേക്കുക. അതുപോലെ തല എന്ത് ചെയ്യാം? മുഴുവനായിട്ട് തടവുക. ഈ കാര്യങ്ങളാണ് ഹനഫി മദ്ഹബിലെ വുളൂവിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ അത് പ്രകാരം വുളൂ എടുത്തു കഴിഞ്ഞാല് ഹനഫി മദ്ഹബിൽ പിന്നെ എന്ത് ചെയ്യില്ല, അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊടുമ്പോൾ വുളൂ മുറിയിലാണ് അതിന്റെ നിയമമാണ്. അപ്പൊ നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മൾ ആ മദ്ഹബ് ആ ഒരു കാര്യത്തിന് വേണ്ടി സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ ചെയ്യാറുള്ളത്. മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിരുന്നത് എളുപ്പമുള്ള മാർഗം നമ്മൾ ഇങ്ങനെ നിയ്യത്ത് വെച്ചിട്ട് ഹനഫി മദ്ഹബ് പ്രകാരമാണ് ഞാൻ വുളൂ ചെയ്യുന്ന നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ വുളൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങോട്ട് തൊട്ടാലും എന്ത് ചെയ്യില്ല, വുളൂ മുറിയാത്ത ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവുക. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാം? വുളൂ എടുക്കുക. അപ്പൊ ഈ 2 കാര്യങ്ങൾ, തല മുഴുവൻ തടവുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ഇബാദത്ത് ഒരു മദ്ഹബിൽ വെച്ച് ചെയ്യുമ്പോ പിന്നെ മുറിയുന്ന കാര്യങ്ങളും ആ മദ്ഹബ് വെച്ച് തന്നെ നമ്മൾ പരിഗണിക്കണം. അപ്പൊ വുളൂ മുറിയുന്ന കാര്യങ്ങളിൽ ഹനഫി മദ്ഹബിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും രക്തം ഒലിച്ചാൽ വുളൂ മുറിയും. അപ്പൊ ആ തവാഫിന്റെ ഇടയിൽ നമ്മൾ ശരീരത്തിൽ രക്തം പൊട്ടി വിചാരിക്കുക, അപ്പൊ നമ്മൾ വുളൂ മുറിയുന്ന അർത്ഥം. അതുപോലെ തന്നെ വായ നിറയെ ഛർദിച്ചാലും ഹനഫി മദ്ഹബിൽ വുളൂ മുറിയും കേട്ടോ. വായ നിറയെ ഛർദിച്ചു, അപ്പൊ ഹനഫി മദ്ഹബിൽ വുളൂ മുറിയും. ഈ 2 കാര്യങ്ങളാണ്
നമ്മുടെ മദ്ഹബിൽ നിന്ന് വ്യത്യസ്തമായ ഹനഫി മദ്ഹബിലുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയാണ്. ഇൻഷാ അല്ലാഹ് അവിടെ വെച്ചിട്ട് ഇനിയും ഞാൻ പറഞ്ഞുതരാം ആവശ്യങ്ങളൊക്കെ. ചായ കുടിച്ചിട്ട് ചെറിയൊരു ബ്രേക്ക്. ഞാൻ പോണോ ഓള് എപ്പോഴും വരുന്നത്. അതെ ദിവസം നിങ്ങളൊക്കെ കൂട്ടി നടന്ന് കാണുന്ന സ്ഥലങ്ങളാണ്. അതൊക്കെ നമ്മൾ കാണും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്തരം കാര്യങ്ങളാണ് പരിശുദ്ധമായ മക്കയിൽ നമുക്കുള്ളത്. ഒരു 10-11 ദിവസം നമ്മൾ മക്കയിൽ നിന്ന് കഴിഞ്ഞാൽ 11ാമത്തെ ദിവസം നമ്മൾ പിന്നെ മദീനയിലേക്ക് പോകും. പരിശുദ്ധമായ മദീന നമ്മുടെയൊക്കെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഹബീബായ മുത്തുനബിയുടെ റൗദ ശരീഫിൽ എത്താൻ, അല്ലെ? എത്രയോ കാലമായി നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹമാണ്. മനസ്സിലെപ്പോഴും മദീനത്തെ പച്ചക്കുമ്പ കാണുമ്പോഴും അവിടുത്തെ റൗദ ശരീഫ് കാണുമ്പോഴും പള്ളി കാണുമ്പോഴൊക്കെ മസ്ജിദ് നബവിയൊക്കെ കാണുമ്പോൾ അവിടേക്ക് പോകാനും നമ്മുടെ ഹൃദയം ഇങ്ങനെ തുടിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി പരിശുദ്ധമായ മദീനയിലേക്ക് പിന്നീട് നമ്മൾ യാത്ര ചെയ്യും. മദീനയിലേക്ക് പോകുന്ന സമയത്ത് ഒരു പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് പോകേണ്ടത്. മദീനയിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരും പുതിയൊരു വസ്ത്രം എടുക്കാതെ മാറ്റിവെക്കുക. ആ പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് മദീനയിലേക്ക് പോകാം. മദീനയിലേക്ക് പോകാൻ വേണ്ടി കുളിക്കുക. പോകുന്നതിന് മുമ്പ് ധാരാളം സ്വലാത്തുകൾ ചൊല്ലി വെക്കുക. അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നെ പോകുന്നതിന് മുമ്പ് നമ്മൾ നിർവഹിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ തന്നെ തുടങ്ങിയാലും കുഴപ്പമില്ല സ്വലാത്തുകളൊക്കെ. അപ്പോൾ അവിടേക്ക് എത്താൻ വേണ്ടിയും റൗദയിൽ എത്തിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയൊക്കെ സ്വലാത്ത് വലിയ ഉപകാരമാണ്. നമ്മൾ അതൊക്കെ നിർവഹിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ മക്കയിലെ ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മൾ മദീനയിലേക്ക് പോകും. മദീനയിലേക്ക് പോകുന്ന വഴി പിന്നെ നമ്മളൊക്കെ ഏറെ ദുആകളിലേക്ക് ഉൾപ്പെടുത്തുന്ന തവസ്സുൽ ചെയ്യുന്ന ആളുകളാണ് അസ്ഹാബുൽ ബദരീങ്ങൾ. ആ ബദർ യുദ്ധം നടന്ന സ്ഥലം, ആ യുദ്ധത്തിന്റെ കളങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പന്തലൊരുക്കി കൊടുത്ത സ്ഥലത്തുള്ള പള്ളിയും മറ്റു കാര്യങ്ങളൊക്കെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ റാഹത്തോടുകൂടെ കണ്ട് പിന്നെ അതൊക്കെ മനസ്സിലാക്കി അസ്ഹാബുൽ ബദരീങ്ങളെ ആ ശുഹദാക്കള് 14 ആളുകളാണുള്ളത്. അവർ മറപ്പെട്ടെടുക്കുന്ന സ്ഥലം നമ്മൾ സന്ദർശിച്ച് അവിടെ വെച്ച് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ ആദ്യം അതിന് പറ്റുന്നില്ല. അവര് 2-3 വർഷമായിട്ട് ഇപ്പൊ അവിടെ വെച്ച് ദുആ ചെയ്യാനുള്ള പ്രശ്നമാണ്. അതൊക്കെ അവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് പോലീസുകാര് പറഞ്ഞയക്കലും ആട്ടിയോടലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി ഇപ്പൊ അവിടെ വെച്ച് ദുആ ചെയ്യാനും എല്ലാത്തിനും സൗകര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാനൊക്കെ അവസരം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ദുആ അത് മദീനയിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ അവിടേക്ക് പോവുക. ബദറിൽ പോയിട്ട് പിന്നീട് മദീനയിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ ചെല്ലും. മദീനത്ത് ചെന്ന് നമ്മൾ അവിടെ നമുക്കൊരു ഒരുക്കി വെച്ച റൂമും മറ്റു കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ കയറി പരിശുദ്ധമായ മദീനയിൽ നമുക്ക് റൗദ ഷരീഫിലേക്ക് കയറാൻ വേണ്ടി പ്രത്യേകമായ ദിവസങ്ങളും സമയങ്ങളൊക്കെ ഉണ്ടാകും. ആ സമയം അനുസരിച്ച് റൗദയിലേക്ക് നമ്മൾ കയറും. ഒരു 10-15 മിനിറ്റ് ഒക്കെ അവിടെ ചെലവഴിച്ചുകൊണ്ട് ദുആ ചെയ്യാനൊക്കെ അവസരം ഇപ്പോൾ ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം പ്രത്യേകമായിട്ട്. ഒരു പ്രയാസം കാരണമായിട്ടും നമുക്കതൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. അതിനൊക്കെ നമ്മുടെ ദുആ ഉപകരിക്കും. എല്ലാ സമയത്തും റൗദയിലെത്താനും ഹബീബായ മുത്തുനബിയുടെ റൗദ ഷരീഫിലും അതുപോലെ പിന്നെ അവിടുത്തെ ഖബർ ഷരീഫിന്റെ അടുത്ത് സലാം പറയാനൊക്കെ വേണ്ടി തൗഫീഖിന് വേണ്ടി ഓരോ സമയങ്ങളിലെ ദുആകളിലും നിങ്ങൾ അതിനൊക്കെ ഉൾപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ മദീനയിൽ ചെന്നാല് അവിടെ പിന്നെ നമുക്കുള്ളത് ഒന്നാമത്തെ കാര്യം റൗദയിൽ കയറാന്നുള്ളതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയാന്നുള്ളതാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് എന്ന്
നിബിതങ്ങളുടെ ആ ഖബർ ഷരീഫിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് സലാം പറയാനുള്ള ഭാഗ്യം ഇൻഷാ അല്ലാഹ് നമുക്ക് ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. 3 ഖബറുകളാണ് ആ ഹുജറത്ത് ഷരീഫിലുള്ളത്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മഖ്ബറ, അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 3 ആളുകളുടെ ഖബറുകളാണ് പരിശുദ്ധമായ ഹുജറത്ത് ഷരീഫിലുള്ളത്. അപ്പൊ അവിടെ നമ്മളിങ്ങനെ ചെല്ലുന്ന സമയത്ത് പുരുഷന്മാര് പോകുന്ന ഭാഗത്ത് പിന്നെ ഒരു വലിയ ഒരു ഗോൾഡ് കളറിലുള്ള ഒരു ദ്വാരം ഉണ്ടാവും, വലുത്. അതിന്റെ അടിയിൽ മുഹമ്മദ് റസൂലുള്ളാഹി എഴുതി വെച്ചിട്ടുണ്ടാവും. അതിന്റെ നേരെയാണ് നിബിതങ്ങളുടെ ഖബറുള്ളത്. അപ്പൊ അവിടെ എത്തുമ്പോൾ നമ്മള് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് നമ്മള് സലാം പറയും. അതുപോലെ കുറെ ആളുകൾ നമ്മളെ സലാം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പറയണം, അല്ലാഹുവിന്റെ റസൂലെ കുറെ ആളുകൾ സലാം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ വേണ്ടി സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഒരു സലാം കൂടി പറയാം. പിന്നെ കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നാൽ ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖബറാണുള്ളത്. അവിടെ നമ്മൾ എത്തിയിട്ട് അവിടെ അദ്ദേഹത്തിന് വേണ്ടി പിന്നെ സലാം ചൊല്ലും. സ്ത്രീകൾക്കും അതേപോലെ ഒരു സ്ഥലം ഉണ്ടാവും, അവിടെ വെച്ചുകൊണ്ട് 3 ആളുകൾക്കും സലാം പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമ്മൾ മുന്നിലേക്ക് നടക്കും. അതുപോലെ റൗദയിൽ പ്രത്യേകമായി നമുക്ക് ദുആ ചെയ്യാനുള്ള സമയവും അതുപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് വെച്ച് ദുആ ചെയ്യാനും നിസ്കരിക്കാനൊക്കെ അവസരം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റൗദയിൽ വെച്ചൊക്കെ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇരുലോക വിജയത്തിന് വേണ്ടി, നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും വിജയത്തിന് വേണ്ടി, പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ വേണ്ടി, സ്വർഗത്തിൽപ്പെട്ട ഒരു സ്ഥലമാണല്ലോ റൗദ എന്ന് പറഞ്ഞാൽ. പിന്നെ 2 സ്വർഗങ്ങളാണ് ഭൂമിയിലുള്ളത്. ഒന്ന് ഇൽമിന്റെ സദസ്സുകൾ, മജ്ലിസുൽ ഇൽമി റൗദത്തും മിൻ റിയാദിൽ ജന്ന, അറിവ് പകർന്നു കൊടുക്കുന്ന സദസ്സ്, അത് സ്വർഗത്തോപ്പുകളിൽപ്പെട്ട തോപ്പാണെന്നാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പിന്നെ മാ ബൈന ഖബരി വ മിംബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അതും സ്വർഗത്തോപ്പാണെന്ന് നബി തങ്ങൾ പറഞ്ഞു. ആ സ്ഥലമാണ് റൗദ എന്ന് പറയുന്നത്. പ്രത്യേകമായി പച്ച കാർപ്പറ്റ് വിരിച്ച ഒരു സ്ഥലമാണ് റൗദ. ഇപ്പൊ സഹോദരിമാർക്കും പ്രത്യേകമായ സമയങ്ങളിലായതുകൊണ്ട് വിശാലമായ സ്ഥലവും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പ്രയാസമൊന്നുമില്ലാതെ തന്നെ എല്ലാവർക്കും പോകാൻ സാധിക്കാറുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ഒരു പിന്നെ സ്ഥലത്തൊക്കെ എത്തി ഇൻഷാ അല്ലാഹ് അതിന്റെ കാര്യങ്ങളൊക്കെ ആ സമയത്ത് നാം ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അവിടേക്ക് എത്തി ദുആ ചെയ്യാൻ മറ്റൊക്കെ നമുക്ക് സാധിക്കണം. പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയിലെ ഏറ്റവും അടുത്ത ഖബർസ്ഥാനാണ് ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാൻ. മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്താണ്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 9 ഭാര്യമാരുടെ ഖബറുള്ളത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളും സ്വർഗത്തിലെ സയ്യിദയുമായ നേതാവുമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, അവരുടെ ഖബർ അവിടെയാണുള്ളത്. നബിയുടെ മകനായ ഇബ്രാഹിം എന്ന കുട്ടിയുടെ ഖബർ, അതുപോലെ തന്നെ ധാരാളം സഹാബിമാർ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അടക്കമുള്ള സഹാബിമാർ, നബിയുടെ അമ്മായി പോലെയുള്ള ആളുകള്, ഹലീമ ബീവി പോലെയുള്ള ആളുകൾ, കുറെ ആളുകളുടെ പിന്നെ ഖബർ ഇടമുള്ളത് പരിശുദ്ധമായ ജന്നത്തുൽ ബഖീ എന്ന സ്ഥലത്താണ്. ജന്നത്തിന് പേര് കിട്ടാൻ കാരണം തന്നെ ആ സ്ഥലം അന്ത്യനാളിൽ അല്ലാഹു അതുപോലെ പറിച്ചു കൊണ്ടുപോയി സ്വർഗത്തിലേക്ക് ഇടുമെന്നാണ്. അവിടെ മറപ്പെട്ട് കിടക്കുന്ന ആളുകൾക്കൊക്കെ വലിയ ശ്രേഷ്ഠതയാണ്. ജന്നത്തുൽ മുഅല്ല, ജന്നത്തുൽ ബഖീ, ഇങ്ങനെ 2 ഖബർസ്ഥാനാണ്. മക്കയിലാണ് ജന്നത്തുൽ മുഅല്ല, ഖദീജ ബീവി കിടക്കുന്ന ഖബർസ്ഥാൻ. അതുപോലെ മദീനയിലാണ് ജന്നത്തുൽ ബഖീ ഉള്ളത്. അവിടെ നിബിതങ്ങളുടെ ഭാര്യമാരും അതുപോലെ തന്നെ ഫാത്തിമ ബീവിയൊക്കെ കിടക്കുന്ന ഖബർ, അത് രണ്ടും അതുപോലെ പറിച്ചു കൊണ്ടുപോയി സ്വർഗത്തിലേക്ക് നിക്ഷേപിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയൊക്കെ ചെല്ലാനും അവിടെ വെച്ച് ദുആ ചെയ്യാനും അവർക്കൊക്കെ വേണ്ടി ഫാത്തിഹ ഓതാനും എല്ലാ പുണ്യങ്ങളും കരസ്ഥമാക്കാനും നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അത് സിയാറത്തും ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യും. സഹോദരിമാരെ അതിന്റെ സൈഡിൽ നിർത്തിക്കൊണ്ടാണ് ദുആ ചെയ്യാം. പുരുഷന്മാർക്ക് അതിന്റെ ഉള്ളിലൂടെ കറങ്ങാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒരു സമയവും സന്ദർഭമൊക്കെ അനുസരിച്ച് നമ്മൾ അവിടെയൊക്കെ കറങ്ങും. അതുപോലെ തന്നെ മദീനയിലും പ്രത്യേകമായ ചില സിയാറത്ത് കേന്ദ്രങ്ങളുണ്ട്. മസ്ജിദുൽ ഖുബാ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോൾ ആദ്യമായി നബിയുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് ഖുബാ എന്ന് പറയുന്ന പള്ളി. നമ്മുടെ റൂമിൽ നിന്ന് വുളു എടുത്തിട്ട് അവിടെ പോയി 2 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്ത കൂലിയുണ്ട് എന്നാണ് ഹദീസിലുള്ളത്. അവിടെയൊക്കെ പോയി 2 റക്അത്ത് നിസ്കരിക്കണം. അതുപോലെ മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന് പറയുന്ന പള്ളിയുണ്ട്. ഒരേ സമയം തന്നെ ഒരു നിസ്കാരത്തിൽ 2 ഭാഗത്തേക്ക് ഖിബ്ലയായിട്ട് നബി നിസ്കരിച്ച പള്ളിയാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ. ആ ഒരു പള്ളിയിലേക്ക് നമ്മൾ പോകും, അവിടെ വെച്ച് നിസ്കരിക്കും. അവിടെ പിന്നെ 17 മാസക്കാലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിബിതങ്ങൾ നിസ്കരിച്ചത്. 17 മാസം നിസ്കാരം നിർബന്ധാക്കിയിട്ട് 17 മാസം നബി നിസ്കരിച്ചത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഖിബ്ലയാക്കിയിട്ട്. ആദ്യത്തെ ഖിബ്ല ബൈത്തുൽ മുഖദ്ദസാണ്, ഫലസ്തീനിലുള്ള.
പിന്നീട് 17 മാസം കഴിഞ്ഞ് ഒരു ളുഹർ നിസ്കാരത്തിൽ വെച്ചുകൊണ്ട് നബി തങ്ങൾക്ക് നിർദ്ദേശം കിട്ടി. നബി പലപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമായിരുന്നു, നബി ജനിച്ചു വളർന്ന നാടായ മക്കയിലെ കഅബ എനിക്ക് ഖിബലയായി കിട്ടണേ എന്ന് നബി പലപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ആ നബിയുടെ ആഗ്രഹപ്രകാരം എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ കഅബ, ഇന്ന് നമ്മുടെ ഖിബലയായ കഅബ ഒരു നിസ്കാരത്തിൽ വെച്ചാണ് നബിക്ക് നിർദ്ദേശം നൽകിയത്, അവിടേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണമെന്ന്. നബി തങ്ങൾ എന്ത് ചെയ്തു? ആ സ്ഥലത്ത്, ഇപ്പൊ നമ്മള് മസ്ജിദുൽ ഖിബലത്തൈനി എന്ന് പറയുന്ന പള്ളിയുള്ള സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുന്ന സമയത്താണ് ആ നിർദ്ദേശം കിട്ടിയത്. നബി നേരെ ഇപ്പുറത്തേക്ക് തിരിഞ്ഞ് എന്ത് ചെയ്തു? പിന്നെ കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ആ നിസ്കാരം പൂർത്തിയാക്കിയതാണ്. ആ 2 ഖിബലയായി പിന്നെ നിസ്കരിച്ച പള്ളിയുടെ പേരാണ് ഖിബലത്തൈൻ പള്ളി. ആ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പോകും. അതുപോലെ മസ്ജിദുൽ ജുമുഅ എന്ന് പറയുന്ന ആദ്യമായി നബി തങ്ങൾ പിന്നെ ജുമുഅ നിസ്കരിച്ച, മദീനയിൽ വെച്ച് ജുമുഅ നിസ്കരിച്ച പള്ളിയുണ്ട്. അത് ഇറങ്ങാനും ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ആ പള്ളി കണ്ടുകൊണ്ട് പോകും. അതുപോലെ തന്നെ ഉഹദ് യുദ്ധം നടന്ന സ്ഥലം, ബഹുമാനപ്പെട്ട നബിയുടെ പിന്നെ പിതൃവനായ ഹംസ റളിയല്ലാഹു അൻഹു, എളാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും നബി സ്നേഹിച്ച ഒരു വ്യക്തിയാണ് ഹംസ റളിയല്ലാഹു അൻഹു. ഉഹദിൽ വെച്ച് അദ്ദേഹം ഷഹീദായപ്പോൾ ഇത് ഞങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ആ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു മറപ്പെട്ട് കിടക്കുന്നത് ഉഹദിലാണ്. അതുപോലെ തന്നെ പിന്നെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം മറപ്പെട്ട് കിടക്കുന്നത് ഉഹദിലാണ്. അവിടെയൊക്കെ ഖബർ ഷരീഫ് ആ ഉഹദിലാണുള്ളത്. ഇൻഷാ അല്ലാഹ് അവിടെയൊക്കെ നമ്മൾ പോയി റാഹത്തോടുകൂടെ അവിടെ വെച്ച് ദുആ ചെയ്യും. ഉഹദ് യുദ്ധം നടന്ന സ്ഥലം, ജബൽ റുമാത്ത് കുന്ന്, അതുപോലെ തന്നെ അതിന്റെ പരിസരത്തുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഖന്ദഖ് യുദ്ധം നടന്ന സ്ഥലം, ഒരു കിടങ്ങ് കുഴിച്ചുകൊണ്ട് ഒരു യുദ്ധം നടന്നിട്ടുണ്ട്, ഖന്ദഖ് യുദ്ധം. ആ സ്ഥലവും നമ്മൾ സന്ദർശിക്കും. മദീനയിലെ പ്രധാനപ്പെട്ട സന്ദർശന കേന്ദ്രങ്ങളാണ് ഇതൊക്കെ. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ ഈ യാത്രയിൽ സന്ദർശിക്കും. അല്ലാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വീണ്ടും ചില സ്ഥലങ്ങളൊക്കെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട വിപത്തുകളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ എക്സ്ട്രാ നമുക്ക് ആരോഗ്യവും സമയമൊക്കെ അനുവദിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മദീനയിലെ ചുറ്റും നടന്നു കാണേണ്ട കുറെ സ്ഥലങ്ങളുണ്ട്. മസ്ജിദുൽ ഹമാമ എന്ന് പറയുന്ന, പിന്നെ മഴയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സമയത്ത് ഒരു സഹാബി നബിയോട് പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് മഴയില്ല, വെള്ളത്തിന് വളരെ പ്രയാസമുണ്ട്, കന്നുകാലികളൊക്കെ ചത്തൊടുങ്ങുകയാണ്, ഞങ്ങൾക്കും പ്രയാസമുണ്ട്, അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം നബി എന്ന് പറഞ്ഞു നബിയോട് വന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ വെച്ച് പെരുന്നാൾ നിസ്കരിക്കാറുണ്ട്, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരുമിച്ച് കൂടാറുണ്ട്. അവിടെ വെച്ച് ഒരു ദുആ നടത്തി, ഒരു നിസ്കാരം, മഴയെ തേടിയുള്ള നിസ്കാരം നടത്തി. ആ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് തന്നെ കാർമേഘം ഇരുണ്ടുകൂടി ശക്തമായ മഴ വർഷിച്ചു. അങ്ങനെ 7 ദിവസത്തോളം തുടർച്ചയായി മഴ തന്നെ. അറേബ്യൻ നാടുകളിലേക്ക് നമുക്കറിയാം, മഴ പെയ്താൽ വലിയ പ്രയാസം ഉണ്ടാവും. അവസാനം ആ സാവി തന്നെ വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ മഴ കാരണം ആകെ പ്രയാസത്തിലായി, നിങ്ങൾ മഴ നിൽക്കാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. തുടങ്ങാൻ വേണ്ടി യാസീൻ ഓതി, തീരാൻ വേണ്ടി ഖത്തം ഓതിയല്ല, അതേപോലെ നിൽക്കാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ദുആ ചെയ്തു. അങ്ങനെ മഴ നിന്നതാണ്. അങ്ങനെ ആ സ്ഥലത്ത് വെച്ച് പിന്നെ ദുആ ചെയ്തുകൊണ്ട് അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയും ആ പള്ളിക്ക് മസ്ജിദുൽ ഹമാമ, മേഘത്തിന്റെ പള്ളി എന്ന പേര് ലഭിക്കുകയും ചെയ്തു. അതുപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ച സ്ഥലത്ത് നിർമ്മിച്ച പള്ളി, അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പള്ളി, അലി റളിയല്ലാഹു അൻഹുവിന്റെ പള്ളി, കുറെ പള്ളികൾ, അതുപോലെ ചെറിയ മ്യൂസിയങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ മദീനത്തെ പള്ളിയുടെ ചുറ്റുഭാഗത്തുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയവും സൗകര്യമൊക്കെ അനുസരിച്ച് ഇൻഷാ അല്ലാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് യാത്രക്ക് മുമ്പായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് സമയം ഏകദേശം 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മള് ഇനി കൂടുതലായി സംസാരിക്കുന്നില്ല. ഓരോ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് നമ്മുടെ യാത്രയിലും അതുമായി ബന്ധപ്പെട്ട സമയങ്ങളിലും ബസ്സിലിരുന്നിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെ ഓരോ സ്ഥലങ്ങളുടെയും അതുപോലെ ചരിത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അറിയിച്ചു തരും. അല്ലാഹു ഇതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എനിക്ക് വേണ്ടിയും ആഫിയത്തിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ദുആകളിലൊക്കെ ഇനിയുള്ള സമയങ്ങളിലൊക്കെ എനിക്ക് വേണ്ടിയും ദുആ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ അല്ലാഹു നമുക്ക് നമ്മുടെ ഈ സംഘത്തിന് റാഹത്തോടുകൂടെ യാത്ര നിർവഹിക്കാനും എല്ലാ പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനും പല തവണകളിലായി ഹജ്ജ് നിർവഹിക്കാനും ഉംറ നിർവഹിക്കാനും അതുപോലെ തന്നെ തവാഫുകൾ നിർവഹിക്കാനും എല്ലാ പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കാനും മദീനയിലെത്താനും റൗദയിലെത്താനും നബിയോട് സലാം പറയാനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. യാത്രയ്ക്ക് വേണ്ടി നമുക്ക് ധാരാളം സഹായങ്ങൾ തന്ന ആളുകളുണ്ട്, അല്ലെ, ഉപദേശങ്ങൾ തന്ന ആളുകളുണ്ട്. ആ ആളുകൾക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അവിടെയൊക്കെ സമ്പത്തിലും എല്ലാ മേഖലയിലും ജോലികളിലൊക്കെ അല്ലാഹു ഖൈറും ബറക്കത്തും നിഅമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, വേണ്ടപ്പെട്ട ആളുകൾ, നമ്മുടെ
സാക്ഷികൾ, ഭക്ഷണം നൽകിയ ആളുകൾ, നമുക്ക് സഹായം ചെയ്ത ആളുകൾ, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെയൊക്കെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗീയ ഭവനമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും സ്വർഗലോകത്തെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്, സമയം ഇല്ലാത്തതുകൊണ്ട് ഞാനധികം ഇൻഷാ അല്ലാഹ് യാത്രയുമായി ബന്ധപ്പെട്ട സമയങ്ങളിലും സന്ദർഭങ്ങളിലേക്ക് അത് ഓർമ്മപ്പെടുത്തും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനോ അല്ലെങ്കിൽ സംശയങ്ങളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചോദിക്കാം. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ് നമുക്ക് ഒരു ദുആവോട് കൂടി ഈ യോഗം അവസാനിപ്പിച്ച് ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ബുധനാഴ്ച 2 മണിയാകുമ്പോഴേക്കും എല്ലാവരും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇതിന്റെ പരിസരത്ത് തന്നെ വണ്ടി ഉണ്ടാവുക, ഇവരെ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് യാത്ര പുറപ്പെടണം. അതിനുവേണ്ടി അള്ളാഹു എല്ലാ സാഹചര്യങ്ങളും തൗഫീഖും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബാഗും സാധനങ്ങളൊക്കെ ഇപ്പൊ തരും കേട്ടോ. ബാഗും ഈ ബുക്കും പിന്നെ നിങ്ങൾക്കുള്ള മുണ്ട്, സ്ത്രീകൾക്കുള്ള മുണ്ടും ഉണ്ടാവും ഇതിലോ. ബാഗൊക്കെ റെഡിയാ? സംസാരണ്ടോ? എന്തെങ്കിലും സംശയം എന്തെങ്കിലും ചോദിക്കട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. എൻ്റെ നമ്പർ ഗ്രൂപ്പ് ഉണ്ടാക്കണം നമ്മള്, ഗ്രൂപ്പ് ഉണ്ടാക്കും. അപ്പൊ അതിൻ്റെ നമ്പർ ഉണ്ടാവും. അപ്പൊ അതിന് അല്ല എഴുതിയെടുക്കണ 94 96. ഇതിൽ നമ്മള് ഇപ്രാവശ്യം നമ്മള് വേറെ ട്രാവൽസുമായി ലിങ്ക് ചെയ്തിട്ട് പോകണ്ടേ. ട്രാവൽസിന്റെ ഇതിൽ നമ്മളെ അഡ്രസ്സല്ല ഉള്ളത്. 94 96 35 35 89 35 35 89 89 മുനീർ ഫൈസി. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംശയം വരികയാണെങ്കിൽ അപ്പൊ വിളിക്കും. പിന്നെ നമ്മള് പോയ ആളുകളോടൊക്കെ അനുഭവങ്ങളൊക്കെ ഒന്ന് ചോദിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഉംറക്ക് പോയ ആളുകളോടൊക്കെ ഉപദേശം തേടാം. നമ്മളെ യാത്രയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് മുഷാവറ ചെയ്യാന്നുള്ളത്. പോയ ആൾക്കാരോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കുറെ അനുഭവങ്ങളും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അപ്പൊ അതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങൾ, ഉപകാരപ്പെടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സ്വീകരിക്കാം, അതൊക്കെ നമ്മൾ കരുതുക, അതൊക്കെ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നിങ്ങള് കൂടെ ഉണ്ടാവുമല്ലോ അല്ലെ? നിങ്ങളുണ്ടായി കുട്ടിക്ക് നിങ്ങളെ ഫുള്ള് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരിക. ആള് ഇതൊക്കെ മൂത്രയ്ക്കൊക്കെ ഉണ്ടായൊക്കെ പറയുകയൊക്കെ ചെയ്യൂലേ? എത്ര വയസ്സായിരുന്നു? 2 വയസ്സ്. പമ്പേഴ്സ് ഇടാ, പക്ഷെ അതിൽ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാലും തവാഫ് ചെയ്താവില്ല. ആ തവാഫിന്റെ സമയത്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഓളെ എടുത്ത് നിങ്ങൾ തവാഫ് ചെയ്യണ്ട. ഓൾക്ക് വേണ്ടി വേറെ ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടി വേറെ ചെയ്യണം തവാഫ് ചെയ്യാനൊക്കെ. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അവിടുന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, ഇവിടുന്ന് വേറെ കാര്യമായിട്ട് ശ്രദ്ധിക്കാനൊന്നുമില്ല. ഇനി ഉംറ ചെയ്യിക്കണില്ലെങ്കിൽ അതൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അവളെ കൊണ്ട് ചെയ്യാൻ. കാരണം ഫുള്ള് നമ്മള് ചുറ്റുന്ന സമയത്തൊക്കെ
അല്ലെങ്കിൽ നമുക്ക് വീൽ ചെയർ വേണം. വീൽ ചെയർ ഉണ്ടെങ്കിൽ ഒരു പ്രയാസമല്ല. നമ്മളതിൽ നമ്മളെ ഉന്തിക്കൊണ്ടാക്കി കഴിഞ്ഞാൽ അവളെ ഉമ്ര തവാഫൊക്കെ അപ്പൊ നമ്മളെ തവാഫ് ശരിയാവില്ല. നജസിന് ശുദ്ധിയാവണല്ലോ, ശരീരം വസ്ത്രമൊക്കെ ശുദ്ധിയാവണം. അപ്പൊ ആ ഒരു ഇതില് വരുമ്പോ നമ്മളെ തവാഫും പാത്തിലാവണം. പിന്നെ ഓളൊറ്റയ്ക്ക് അവിടെ ആക്കി പോകാൻ അതൊക്കെ പ്രയാസം, അങ്ങനെയൊക്കെ പ്രയാസം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആകുമ്പോ ഒരാള് ഒപ്പം ചെയ്യാം. പിന്നെ നിങ്ങളൊപ്പം പറഞ്ഞ ഞാൻ പോരൊക്കെ ശേഷം പ്രയാസമുള്ള കാര്യമില്ല. ചെയ്യിക്കണ്ടെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട്. പിന്നെ അങ്ങനെ എന്തുവേണേ ചെയ്യാം. ചെറിയ കുട്ടിയാകൊണ്ട് നമ്മൾ ചെയ്യിക്കണില്ലാച്ചിട്ട് അതൊന്നും പ്രശ്നമൊന്നുമില്ല. സ്ഥലങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി കാണിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ആവും. നിർബന്ധമല്ലല്ലോ അവർക്ക് കുട്ടികളെ കൊണ്ട്. ബുക്ക് നിങ്ങളെ ബാഗിൽ ഇതേപോലെ ഒരു ബുക്ക് ഇടുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവിടുന്ന് ഇതിന് തരുന്നുണ്ടാവും. ലഗേജ് ഞാൻ പറഞ്ഞ പോലെയൊക്കെ റെഡിയാക്കി വെക്കണം. തലേ ദിവസം റെഡിയാക്കണം. ആ ദിവസം വണ്ടിപ്പോയാൽ നിൽക്കരുത്. ഇടാൻ വേണ്ടി
الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അർഹമുറഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, നമ്മുടെ മജ്‌ലിസിനെ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതൊക്കെ സ്വാലിഹായ അമലുകൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ്. അല്ലാഹുവേ, ഇവിടെ നമ്മോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ റഹ്മാനെ. ഒരു പ്രയാസവും ഞങ്ങൾക്ക് വരുത്തല്ലേ റഹ്മാനെ. റാഹത്തോടെ സന്തോഷത്തോടെ ആഫിയത്തോടെ ഞങ്ങൾ ഉദ്ദേശിച്ച ദിവസത്തിൽ ഉദ്ദേശിച്ച സമയത്ത് തന്നെ യാത്ര ചെയ്യാനും പുണ്യമാക്കപ്പെട്ട മക്കയിലെത്താനും ഉംറ നിർവഹിക്കാനും മദീനയിലെത്താനും സിയാറത്ത് ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളിലും ചെല്ലാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഈമാൻ പരിപോഷിപ്പിക്കാനും അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളൊക്കെ ഞങ്ങളെ നീക്കണേ റഹ്മാൻ, ഞങ്ങളെ എല്ലാവരും കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ സഹായിച്ചവരെ ഈ വീട്ടിലും നീ സഹായിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ ഉംറയ്ക്ക് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകിയവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അവരുടെയൊക്കെ ജോലികളിൽ ഖൈറും ബറക്കത്തും നിഅമത്തും നൽകണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും നീക്കിത്തരണേ റഹ്മാനെ. നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും ആഖിബത്ത് വിജയത്തിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, അവരിലേക്കൊക്കെ ഞങ്ങൾ ചൊല്ലിയതിന്റെ സവാബിന് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ മുത്തുനബിയോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم اجعل هذا جمعنا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا معنا ولا فينا شقيا ولا مطرودا ولا محروما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. سلام على المرسلين والحمد لله رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.